ഹായ് ഓൾ, സഹകാരിയുടെ പുതിയൊരു SCERT ക്ലാസ്സിലേക്ക് സ്വാഗതം. എടാ, നമ്മളെന്താണ് കുറച്ച് SCERT പാഠങ്ങൾ പഠിച്ചു വരികയാണ്, അതിൻ്റെ ഓർഡറിന് പഠിച്ചു വരികയാണ്. ഇത് നമ്മളെന്താണ് 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 3ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ഈ പാഠത്തിൽ മെയിനായിട്ട് നമ്മൾ പറയുന്നത് അസ്ഥികളെക്കുറിച്ചൊക്കെയാണ്. ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ പറഞ്ഞു പോകുന്നുള്ളൂ. പിന്നെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മൾ വരും ക്ലാസ്സുകളിൽ മുകളിലോട്ട് പോകുന്ന പാഠഭാഗങ്ങളിൽ നമ്മളിതിനെ ഉള്ളിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നതായിരിക്കും. നമുക്ക് ക്ലാസ്സിലോട്ട് പോകണം. ഓക്കെ, അപ്പോൾ പാഠത്തിൻ്റെ പേരെന്താണ്ടാ? നിവർന്ന് നിൽക്കാം. ഓക്കെ, അപ്പോൾ 6ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ നിവർന്ന് നിൽക്കാം. ആ പാഠത്തിൽ നിന്ന്, ആ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഇവിടെ ഒരു പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു അസ്ഥികൂടമൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മളെന്താ അസ്ഥികളെക്കുറിച്ചും ബാഹ്യ അസ്ഥികൂടത്തെ പറ്റിയും ആന്തര അസ്ഥികൂടത്തെ പറ്റിയൊക്കെയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ നേരെ ക്ലാസ്സിലോട്ട് പോകാം. ഓക്കെ, അത് തന്നെ അസ്ഥികൂടം എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അസ്ഥികൂടം? ശരീരത്തിന് ഉറപ്പും ആകൃതിയും ചില ആന്തരാവയവങ്ങൾക്ക് സംരക്ഷണം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിന് ഉറപ്പും, പിന്നെ നമ്മൾ ഈ കാണുന്ന നമുക്ക് ഈ ആകൃതിയില്ലേ, ഈ ആകൃതി നൽകുന്നതും നമ്മുടെ ആന്തരാവയവങ്ങളില്ലേ, ഹൃദയം, ശ്വാസകോശം പോലുള്ള ആന്തര അവയവങ്ങൾക്ക് സംരക്ഷണവും നൽകുന്ന ആരാണ്ട? ഈ അസ്ഥികളാണ്. ഓക്കെ, അപ്പോൾ അസ്ഥികൂടം ശരീരത്തിന് ഉറപ്പും ആകൃതിയും ചില ആന്തരാവയവങ്ങൾക്ക് സംരക്ഷണവും നൽകുന്ന അസ്ഥികളുടെ ചട്ടക്കൂടാണ് അസ്ഥികൂടം. ഓക്കെ, അപ്പോൾ അസ്ഥികൂടം അസ്ഥികൂടം എന്ന് പറഞ്ഞൊരു ചട്ടക്കൂടാണ്. ഓക്കെ, ഈ ചട്ടക്കൂടിനകത്താണ് നമ്മുടെ ആന്തര അവയവങ്ങളെല്ലാം സംരക്ഷിതമായിട്ട് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അസ്ഥികൂടം എന്തിനാണ്? നമുക്ക് ശരീരത്തിന് ഉറപ്പും നൽകുന്നു, ആകൃതി നൽകുന്നു, പിന്നെന്താണ് ചില ആന്തരാവയവങ്ങൾക്ക് സംരക്ഷണവും നൽകുന്നു. ഓക്കെ, അപ്പോൾ അസ്ഥികൂടം കഴിഞ്ഞു. അടുത്തെന്താണ് പക്ഷികളുടെ അസ്ഥികൂടം? പക്ഷികളുടെ അസ്ഥികൂടത്തിൻ്റെ പ്രത്യേകത പക്ഷികളുടെ അസ്ഥിയിൽ വായു അറകളുണ്ട്. ഓക്കെ, അപ്പോൾ പക്ഷികളുടെ അസ്ഥിയിൽ വായു അറകളുണ്ട്. പക്ഷികളുടെ അസ്ഥിയിൽ വായു അറകളുണ്ട്. അതിനാൽ മറ്റ് ജീവികളെ അപേക്ഷിച്ച് പക്ഷികളുടെ അസ്ഥികൂടത്തിന് ഭാരം കുറവാണ്. ഈ പക്ഷികൾക്ക് പറക്കുന്നതിന് അനുകൂലമാണ്. പക്ഷികൾക്ക് പറക്കാൻ സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പക്ഷികളുടെ അസ്ഥികൂടം. പക്ഷികളുടെ അസ്ഥികൂടത്തിന് പ്രത്യേകത? പക്ഷികളുടെ അസ്ഥികളിൽ വായു അറകളുണ്ട്. പക്ഷികളുടെ അസ്ഥികളിൽ വായു അറകളുണ്ട്. അതുകൊണ്ട് ഇവയുടെ അസ്ഥികൂടത്തിന് മറ്റ് ജീവികളെ അപേക്ഷിച്ച് ഭാരം കുറവാണ്. അതുകൊണ്ട് ഇവയ്ക്ക് പറക്കാൻ സഹായിക്കുന്നു. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മളിവിടെ നോക്കിയിട്ടുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ അസ്ഥികൂടവും പറഞ്ഞു, പക്ഷികളുടെ അസ്ഥികൂടവും പറഞ്ഞു. അസ്ഥികൂടം അസ്ഥികൂടത്തിൻ്റെ ധർമ്മം നമുക്ക് ആകൃതിയും നമ്മുടെ ശരീരത്തിന് ഉറപ്പും ബലവും ഒക്കെ നൽകുന്ന ആരാണ്? നമ്മുടെ അസ്ഥികൂടമാണ്. പിന്നെന്താണ് നമ്മുടെ ആന്തരാവയവങ്ങൾക്ക് സംരക്ഷണവും അവ നൽകുന്നു. അപ്പം നമ്മുടെ ഈ മനുഷ്യ അസ്ഥികൂടത്തിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് ജീവികളുടെ അസ്ഥികൂടത്തിൽ നിന്ന് പക്ഷികളുടെ അസ്ഥികൂടം വ്യത്യസ്തമാകുന്ന അവയുടെ അസ്ഥികളിൽ വായു അറകളുണ്ട്. അതുകൊണ്ട് മറ്റ് ജീവികളായിട്ട് അപേക്ഷിച്ച് പക്ഷികളുടെ അസ്ഥികൂടത്തിന് ഭാരം കുറവാണ്. അതുകൊണ്ടാണ് പക്ഷികൾക്ക് പറക്കാൻ സഹായമാകുന്നത്, അതിനൊരു അനുകൂല ഘടകമാകുന്നത്. പറക്കാനുള്ളൊരു അനുകൂലനം അവിടെ ലഭിക്കുന്നത് എങ്ങനെയാണ്? പക്ഷികളുടെ അസ്ഥികൂടത്തിന് മറ്റ് ജീവികളുടെ അസ്ഥികളെക്കാളും ഭാരം കുറവാണ്. അപ്പോൾ രണ്ട് കാര്യം നമ്മൾ പറഞ്ഞു, സിമ്പിൾ കാര്യമാണ് പറഞ്ഞാൽ. നമുക്ക് അടുത്തതിലോട്ട് പോകാം. അടുത്ത മനുഷ്യ അസ്ഥികൂടത്തിൽ തന്നെയാണ് പറയുന്നത്. പറയുന്നത്? തലയോട്, നട്ടെല്ല്, വാരിയെല്ല്, മാറല്ല്, കൈകാലുകളിലെ അസ്ഥികൾ, ഇടുപ്പല്ല് എന്നിവയെല്ലാം ചേർന്നാണ് മനുഷ്യൻ്റെ അസ്ഥികൂടം. ഓക്കെ, മനുഷ്യൻ്റെ അസ്ഥികൂടം നമ്മുടെ തലയോട്, നമ്മുടെ നട്ടെല്ല്, വാരിയെല്ല്, നമ്മുടെ മാറല്ല്, പിന്നെ കൈകളിലെ അസ്ഥി, നമ്മുടെ ഇടുപ്പിലുള്ള അസ്ഥി, ഇതെല്ലാം ചേർന്ന് മനുഷ്യൻ്റെ അസ്ഥികൂടം. ഓക്കെ, ആദ്യം നമുക്ക് നോക്കാം തലയോട്. ഇവിടെ പിക്ചറൊക്കെ തന്നിട്ടുണ്ട് തലയോടിൻ്റെ. എന്താണ് ഇവിടെ പറയുന്നത് നോക്കാം. ഈ ചിത്രം നിങ്ങൾക്ക് പലയിടത്തും കണ്ടിട്ടുണ്ടല്ലോ. ഓക്കെ, നിങ്ങളൊരു പിക്ചർ എല്ലായിടത്തും കണ്ടിട്ടുണ്ട്. മനുഷ്യൻ്റെ തലയോടിൻ്റെ ഒരു പിക്ചറാണ് നൽകിയിരിക്കുന്നത്. 22 അസ്ഥികൾ ചേർന്നാണ് തലയോട്. ഓക്കെ, നമുക്ക് പഠിക്കാൻ ആദ്യത്തെ പോയിന്റ് 22 അസ്ഥികൾ. അപ്പോൾ 22 അസ്ഥികൾ ചേർന്നതാണ് നമ്മുടെ തലയോട്. ഇതിൽ ഒരു അസ്ഥി മാത്രമാണ് നമുക്ക് ചലിപ്പിക്കാൻ കഴിയുന്നത്. നിങ്ങൾ തന്നെ നോക്കുക, നമ്മുടെ തലയോടിൽ നമുക്ക് ചലിപ്പിക്കാൻ കഴിയുന്ന നമ്മുടെ കീഴ്ത്താടിയിലാണ്. ഇത് നമ്മൾ സൈഡിലോട്ട് മുൻവശത്തോട്ടൊക്കെ നമുക്ക് ചലിപ്പിക്കാൻ കഴിയുന്നു. അപ്പോൾ രണ്ട് ചോദ്യം നമ്മൾ പറഞ്ഞു. തലയോടിൽ എത്ര? 22 അസ്ഥികളുണ്ട്. തലയോടിൽ 22 അസ്ഥികളുണ്ട്, ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് നമ്മുടെ ഇതിൽ നമ്മൾ തലയോടിൽ ഒരു അസ്ഥി മാത്രമാണ് നമുക്ക് ചലിപ്പിക്കാൻ കഴിയുന്നത്. നമ്മുടെ തലയോടിൽ ഒരു അസ്ഥി മാത്രമാണ് ചലിപ്പിക്കാൻ കഴിയുന്നത്. അതാണ് കീഴ്ത്താടിയല്ല്. അപ്പോൾ തലയോട്ടിയിൽ ചലിപ്പിക്കാൻ കഴിയുന്ന ഒരേ ഒരു അസ്ഥി ഏതാണ്? നമ്മുടെ കീഴ്ത്താടിയല്ല്. ഓക്കെ, ഭക്ഷണം ചവയ്ക്കുമ്പോൾ ചലിക്കുന്ന അസ്ഥി ഏതാണെന്ന് പരിശോധിക്കും. ഓക്കെ, അത് തന്നെയാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ആഹാര സാധനം ചവച്ചരിക്കുമ്പോൾ ചലിക്കുന്ന ഈ അസ്ഥിയല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ കീഴ്ത്താടിയല്ല്.
തലയോട്ടിനുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന പ്രധാന അവയവം ഏതാണെന്ന് എഴുതൂ. ഇതുകൂടാതെ കണ്ണ്, ചെവി, മൂക്ക്, നാക്ക് എന്നീ ഇന്ദ്രിയങ്ങൾക്ക് സംരക്ഷണം നൽകുന്നു. നമ്മൾ ആദ്യം പറഞ്ഞു എന്താണ് അസ്ഥികൂടത്തിൻ്റെ ധർമ്മം എന്താണ്, നമ്മുടെ ആന്തര അവയവങ്ങൾക്ക് എന്താണ് സംരക്ഷണം നൽകുന്നു. അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്താണ്, തലയോട്ടിനുള്ളിൽ എന്താണ്, തലയോട്ടിക്കുള്ളിൽ എന്താണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ പ്രധാന അവയവം ഏതാണ്, മസ്തിഷ്കം തന്നെയാണ്. ഏതാണ്, മസ്തിഷ്കം. അപ്പോൾ മസ്തിഷ്കം എന്ന് പറയുന്ന പ്രധാന ആന്തരിക അവയവമാണ് തലയോടിനുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അത് നമുക്കറിയാം. ഇത് കൂടാതെ നമ്മുടെ കണ്ണ്, ചെവി, മൂക്ക്, നാക്ക് തുടങ്ങിയ എന്താണ് ഇന്ദ്രിയങ്ങൾക്കും എന്താണ് നമ്മുടെ തലയോട് സംരക്ഷണം നൽകുന്നു. മസ്തിഷ്കത്തിന് സംഭവിക്കുന്ന ചെറിയ ക്ഷതങ്ങൾ പോലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. എത്ര പ്രാധാന്യത്തോടെയാണ് ശരീരം മസ്തിഷ്കത്തെ സംരക്ഷിക്കുന്നതെന്ന് നമുക്ക് തലയോടിൻ്റെ ചിത്രം മനസ്സിലാക്കൂ. അപ്പോൾ എന്താണ് ഞാൻ ഇവിടെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, നമ്മുടെ മസ്തിഷ്കമല്ലേ. അപ്പോൾ മസ്തിഷ്കത്തിന് എന്താണ് ബാഹ്യ ക്ഷതങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്ന ഏതാണ്ടാ നമ്മളെ തലയോടാണ്. പിന്നെ എന്താണ് തലയോട് നമ്മുടെ കണ്ണ്, ചെവി, മൂക്ക്, നാക്ക് എന്നീ ഇന്ദ്രിയങ്ങൾക്ക് എന്താണ് കൂടി സംരക്ഷണം തലയോട്ടിനകത്ത് നൽകുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്തെല്ലാം പറഞ്ഞു, തലയോടിനകത്ത് എത്ര 22 അസ്ഥികൾ ചേർന്നിരിക്കുന്നു. തലയോട് എന്താണ് നമ്മുടെ മസ്തിഷ്കത്തിന് സംരക്ഷണം നൽകുന്നു. പിന്നെന്താണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക്, ഏതൊക്കെയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ, കണ്ണ്, ചെവി, മൂക്ക്, നാക്ക് തുടങ്ങിയ ഇന്ദ്രിയങ്ങൾക്കും എന്താണ് തലയോട് സംരക്ഷണം നൽകുന്നതാണ് നമ്മളോട് പറഞ്ഞത്. ഓക്കെ, അടുത്ത നമ്മൾ നട്ടലിലോട്ടാണ് പോകുന്നത്. ഓക്കെ, എന്താണ്ടാ ശരീരം നിവർന്നു നിൽക്കുന്നതിനും ചലിക്കുന്നതിനും സഹായിക്കുന്ന അസ്ഥികളുടെ ഒരു നിരയാണ് നട്ടെല്ല്. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ നിവർന്നു നിൽക്കാനും നമുക്കെന്താണ് ചലിക്കാനും സഹായിക്കുന്ന അസ്ഥികളുടെ ഒരു നിരയാണ് നട്ടെല്ല്. നട്ടെല്ല് അസ്ഥികളെ കശേരുക്കൾ എന്ന് പറയുന്നു, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നട്ടെല്ല് അസ്ഥികൾ എന്താണ്ട് കശേരുക്കൾ. അതാ ഈ പിക്ചർ കൊടുക്കുന്നതാണ് കശേരുക്കൾ. അതായത് ഒരു കശേരു ഉണ്ട്, ഇങ്ങനെ ധാരാളം കശേരുണ്ട്. അപ്പോൾ എത്ര കശേരുണ്ട്, 33 കശേരുക്കളുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ശരീരത്തിന് എന്താണ് നിവർന്ന് നിൽക്കാനും ചലിക്കാനും സഹായിക്കുന്നതാണ് എന്താണ് നട്ടെല്ല്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ ശരീരത്തിന് നിവർന്ന് നിൽക്കാനും ചലിക്കാനും സഹായിക്കുന്ന അസ്ഥികളുടെ ഒരു നിരയാണ് നട്ടെല്ല്. നട്ടെല്ല് അസ്ഥികൾ എന്താണ് കശേരുക്കൾ എന്നറിയപ്പെടുന്നു. നട്ടെല്ല് അസ്ഥികൾ കശേരുക്കൾ. ഓക്കെ, 33 കശേരുക്കൾ ചേർന്നാണ് നട്ടെല്ല്. ഓക്കെ, അപ്പോൾ ഇതാണ് കശേരുക്കൾ എന്താണെന്ന് പറയും, ഇതാണ് കശേരുക്കൾ. ഓക്കെ, ഇങ്ങനെ 33 എണ്ണം ഇതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ 33 കശേരുക്കളാണ് നട്ടെല്ലിൽ കാണപ്പെടുന്നത്. ഓക്കെ, ഈ കശേരുക്കൾ എത്ര ക്രമമായിട്ടാണ് വിന്യസിച്ചിരിക്കുന്നതെന്ന് ചിത്രം നിരീക്ഷിച്ച് മനസ്സിലാക്കൂ. നാഡീവ്യൂഹത്തിൻ്റെ പ്രധാന ഭാഗമായ സുഷുമ്നാ നാഡി കടന്നു പോകുന്നത് നട്ടെല്ലിലൂടെയാണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് പോയിന്റ്. ഓക്കെ, അപ്പോൾ നാഡീവ്യൂഹത്തിൻ്റെ പ്രധാന ഭാഗമായ സുഷുമ്നാ നാഡി കടന്നു പോകുന്നത് നട്ടെല്ലിനുള്ളിലൂടെയാണ്. ഓക്കെ, നട്ടെല്ലിൻ്റെ 3 പോയിന്റ് എന്താണ്, നമ്മുടെ ശരീരത്തിന് എന്താണ് നിവർന്നു നിൽക്കാനും ചലിക്കാനും സഹായിക്കുന്ന നട്ടെല്ലാണ്. നട്ടെല്ല് അസ്ഥികൾ എന്താണ് കശേരുക്കൾ എന്നറിയപ്പെടുന്നു. 33 കശേരുക്കളുണ്ട്. പിന്നെന്താണ് നമ്മുടെ നാഡീവ്യൂഹത്തിൻ്റെ പ്രധാന ഭാഗമായ സുഷുമ്നാ നാഡി എന്താണ് നട്ടെല്ലിനുള്ളിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ സുഷുമ്നാ നാഡിയുടെ സംരക്ഷണ കവചം കൂടിയാണ് നട്ടെല്ല്. നട്ടെല്ലിന് കാര്യമായി ക്ഷതമേറ്റാൽ എഴുന്നേറ്റ് നടക്കാൻ തന്നെ പ്രയാസമാണ്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ നേരെ തലയോട് പറഞ്ഞു. തലയോട് എന്തിനെ സംരക്ഷിക്കുന്നു, നമ്മളെ മസ്തിഷ്കത്തെ എന്താണ് അത്രയും പ്രാധാന്യത്തോടെയാണ് അവിടെ സംരക്ഷിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നട്ടെല്ലുണ്ടല്ലോ, നട്ടെല്ല് ഏതാണ്ട നാഡീവ്യൂഹത്തിൻ്റെ പ്രധാന ഭാഗം നമുക്കറിയാം സുഷുമ്നാ നാഡി. അപ്പോൾ ആ സുഷുമ്നാ നാഡിയെ തന്നെ എന്താണ് സംരക്ഷിക്കുന്ന ആരാണ്ട നമ്മുടെ നട്ടെല്ലാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ശരീരത്തിന് ചലിക്കാനും നിവർന്നു നിൽക്കാനും സഹായിക്കുന്ന എന്താണ് അസ്ഥികളുടെ ഒരു നിരയാണ് നട്ടെല്ല്. നട്ടെല്ല് അസ്ഥികളെ നമ്മൾ എന്താണ് കശേരുക്കൾ എന്ന് പറയുന്നു. അങ്ങനെ 33 കശേരുക്കൾ ചേർന്നാണ് നട്ടെല്ല് രൂപപ്പെട്ടിരിക്കുന്നത്. സിമ്പിൾ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെന്താണ് നട്ടെല്ലിന് എന്താണ് കാര്യമായിട്ട് എന്തെങ്കിലും ക്ഷതമോ വല്ലതും പറ്റിയ എന്താണ് നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ തന്നെ എന്താണ് നമുക്കത് പ്രയാസകരമാവുമെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നമ്മൾ തലയോടും പറഞ്ഞു നട്ടെല്ലും പറഞ്ഞു. നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത ഏതാണ്ട വാരിയൽ. ഓക്കെ, വാരിയലിൻ്റെ പിക്ചർ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വാരിയൽ. ഇതാണ് വാരിയൽ. എത്ര ഉണ്ട് ഇവിടെ, ഒരു സൈഡിൽ എത്ര ഉണ്ട്, 12 ആണ്. ഓക്കെ, അപ്പോൾ 12 ജോഡി വാരിയല്ലാണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പോൾ 12 ജോഡി വാരിയല്ലാണ് നമുക്കുള്ളത്. നമ്മളിതാ ഇവിടെ ഒരു മാറല്ലുണ്ട്. ഇതാണ് മാറല്. ഓക്കെ, നമ്മുടെ ബാക്കിലൂടെ പോകുന്ന നട്ടെല്ല്. നമ്മൾ നേരത്തെ പറഞ്ഞു 33 കശേരുകളുള്ള നട്ടെല്ലുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്ട വാരിയലുകളുടെ സ്ഥാനം എവിടെയാണ്, സ്വയം സ്പർശിച്ച് മനസ്സിലാക്കും. ഇതാണ് നമ്മുടെ വാരിയൽ. നമുക്ക് തൊട്ട് മനസ്സിലാക്കാം. നമുക്ക് എണ്ണി നോക്കാൻ വേണമെങ്കിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ വാരിയൽ. അപ്പോൾ ഈ വാരിയലിനകത്തും എന്താണ് നമ്മൾ കുറച്ച് അവയവങ്ങളെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അത് നമുക്ക് പറയാം. അടുത്ത നമുക്ക് എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ മനുഷ്യ ശരീരത്തിൽ 12 ജോഡി വാരിയലുണ്ട്. ഓക്കെ, മനുഷ്യ ശരീരത്തിൽ 12 ജോഡി. ഒരു സൈഡ് 12, ഒരു സൈഡ് 12, മൊത്തം എത്ര 24 അസ്ഥികളാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ വാരിയലിൽ എത്ര എണ്ണം, 12 ജോഡി വാരിയലിലാണ് നമുക്കുള്ളത്. 12 ജോഡി, അപ്പോൾ മൊത്തം എത്ര 24 എണ്ണം. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞു ഏതൊക്കെ ആന്തരിക അവയവങ്ങളെയാണ് വാരിയൽ സംരക്ഷിക്കുന്നത്. ഒന്ന് ഹൃദയം,
രണ്ട് ശ്വാസകോശം, പിന്നെ ചില പ്രധാന രക്തക്കുഴലുകൾ എന്നിവയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഏതാണ്ടാ വാരിയെല്ലുകളാണ്. വാരിയെല്ലുകൾ പിന്നിൽ നട്ടലിനോടും മുന്നിൽ മാറലിനോടും ബന്ധിപ്പിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു പിക്ചറില്ലേ, ആ പിക്ചറിൽ എന്താണ്ടാ വാരിയെല്ല് എന്താണ്, വാരിയെല്ലിന് മുന്നിൽ എന്താണ്ടാ, വാരിയെല്ലിന് മുന്നിൽ എന്താണ് മാറലാണ്, വാരിയെല്ലിന് മുന്നിൽ മാറലും പിന്നിൽ എന്താണ് പിന്നിൽ എന്താണ് നട്ടലുമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പിക്ചറിലുണ്ട്, അതാണ്ട പിക്ചറിൽ എന്താണ്ട് അതാ ഇതാണ് വാരിയൽ, ഇതാ ഈ കാണുന്നതിന് വാരിയൽ. വാരിയലിന് മുന്നിലായിട്ട് എന്തുണ്ട് മാറല്, മുന്നിലായിട്ട് മാറലുണ്ട്, പിന്നിലായിട്ട് നട്ടലുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നട്ടലിൽ നിന്ന് എന്താണ് നട്ടലിൽ നിന്ന് മാറലിലോട്ട് എന്താണ് വാരിയലിനെ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ സ്ഥാനം എങ്ങനെയാണ്ടാ, നമ്മുടെ വാരിയലിന് മുന്നിലായിട്ട് എന്താണ് മാറലുണ്ട്, പിന്നിലായിട്ട് എന്തുണ്ട് നട്ടലുണ്ട്. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞേക്കുന്നത്, വേറെ ഒന്നുമില്ല. തലയോട്, നട്ടല്, വാരിയൽ എന്നിവയെക്കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ ഏകദേശം ഒരു രൂപം നമുക്ക് അവിടെ മനസ്സിലായിട്ടുണ്ട്. എന്താണ് നമ്മുടെ വാരിയലിൻ്റെ സ്ഥാനം നമ്മൾ പറഞ്ഞു. എന്താണ് വാരിയലിൻ്റെ സ്ഥാനം? വാരിയലിന് മുന്നിലായിട്ട് എന്താണ് മാറലുണ്ട്, വാരിയലിന് മുന്നിലായിട്ട് മാറലുണ്ട്, വാരിയലിന് പിന്നിലായിട്ട് എന്തുണ്ട് നട്ടലുണ്ട്. കഴിഞ്ഞു. പിന്നെ എന്താണ് വാരിയൽ 12 ജോഡി വാരിയലാണ് ഉള്ളത്. 12 ജോഡി വാരിയല്ലുകളാണ് നമുക്കുള്ളത്, മൊത്തം 24. ഇതിനകത്ത് എന്തിനെല്ലാം സംരക്ഷിച്ചിരിക്കുന്നു? ഒന്ന് ഹൃദയത്തെ സംരക്ഷിച്ചിരിക്കുന്നു, പിന്നെ ശ്വാസകോശത്തെ സംരക്ഷിച്ചിരിക്കുന്നു, പിന്നെ എന്താണ് പ്രധാന രക്തക്കുഴലുകളെ എന്താണ് വാരിയൽ സംരക്ഷിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് വാരിയലിൻ്റെ കാര്യം പറഞ്ഞു. എന്നിട്ട് പിന്നെന്ത് പറഞ്ഞു? ഇതെങ്ങനെയാണ് മാറലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്, നട്ടലായിട്ട് എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ എന്താണ് കൈകാലുകളുടെ അസ്ഥികളിലോട്ടാണ് പോകുന്നത്. ഓക്കെ, അവിടെ ഇവിടെ പഠിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്. പുതിയ സ്കൂൾ ടെസ്റ്റിൽ 32 അസ്ഥികളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, മനുഷ്യൻ്റെ ഓരോ കയ്യിലും 32 അസ്ഥികളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവർ കഴിഞ്ഞ നമ്മുടെ പഴയ SCERT 30, ഒരു കയ്യിൽ 30, മൊത്തം എത്രയാണ് 60 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോൾ എത്രയാണ് 64 അസ്ഥികളുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇതൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള കാര്യമാണ്. ഓപ്ഷനിൽ 32 ഉണ്ടെങ്കിൽ നിങ്ങൾ 32 തന്നെ അടിച്ചാൽ മതി. കാരണം ക്വസ്റ്റ്യനിൽ ഓപ്ഷനിൽ 32 അസ്ഥികളെന്നുണ്ടെങ്കിൽ നിങ്ങൾ 32 അസ്ഥികൾ തന്നെ പോകുന്നതാണ് നല്ലത്. കാരണം നമ്മൾ ക്വസ്റ്റ്യൻ വരുന്ന എക്സാമിനെല്ലാം ക്വസ്റ്റ്യൻസ് എന്താണ് പുതിയ SCERT ബേസ് ചെയ്തായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഓപ്ഷനിൽ 32 കാണും, പക്ഷേ 30 ഉണ്ടെങ്കിലും ക്യാൻസൽ ആവാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കതൊരു ഒരു ഫ്രീ ഹിറ്റ് സാധനമാണിത്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടും പഠിച്ചു വയ്ക്കുക, 32, 30 പഠിച്ചു വയ്ക്കുക. അപ്പോൾ പുതിയ സ്കൂൾ ടെസ്റ്റിൽ എന്താണ്ടാ പറയുന്നത്? ഇത്രയേ ഉള്ളൂ. നമ്മുടെ മനുഷ്യൻ്റെ ഓരോ കയ്യിലും 32 അസ്ഥികളാണ് ഉള്ളത്. അപ്പോൾ മൊത്തം 64 അസ്ഥികളുണ്ടെന്നാണ് പറയുന്നത്. പഴയതിൽ 60 എന്നാണ് പറഞ്ഞത്. നിങ്ങൾ രണ്ടും പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ പുതിയതിൽ എന്താണ് പറഞ്ഞേക്കുന്നത്? 32 അസ്ഥികളാണ് പറയുന്നത്. മൊത്തം രണ്ട് കയ്യിലും കൂടി മൊത്തം 64 അസ്ഥികളുണ്ടെന്ന് പറയുന്നു. പഴയ സ്കൂൾ ടെസ്റ്റിൽ എന്താണ്ടാ 60 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങൾ 32 തന്നെ പഠിച്ചു വയ്ക്കാനാണ് ഏറ്റവും കൂടുതൽ ഉത്തമം. ഓക്കെ, മനുഷ്യ ശരീരത്തിൽ എന്താണ് കൈകളിലെ അസ്ഥികളാണ് നമ്മൾ പറയുന്നത്. കൈകളിലെ അസ്ഥികൾ എത്രയുണ്ട്? നമ്മൾ ഒരു കയ്യിൽ എത്ര ഉണ്ടോ? ഒരു കയ്യിൽ 32 ഉണ്ട്, രണ്ട് കയ്യിലും കൂടെ എത്രയാണ് 64 എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് അടുത്ത കാലിലോട്ട് പോകാം. മനുഷ്യ ശരീരത്തിൽ കാലിൽ എത്രയുണ്ട്? 31 അസ്ഥികളുണ്ട്. മനുഷ്യ ശരീരത്തിലെ ഒരു കാലിൽ 31 അസ്ഥികളുണ്ട്. ഓക്കെ, അടുത്ത് നമ്മളതാ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. എന്താണ്ടാ നട്ടല് എത്ര അസ്ഥികളുണ്ട്? 33. അതിനെന്താണ് പറയുന്നത്? കശേരുക്കൾ എന്നാണ് പറയുന്നത്. നട്ടല് അസ്ഥികളെ പറയുന്ന പേര് കശേരുക്കൾ. നട്ടല് അസ്ഥികളെ പറയുന്ന പേര് കശേരുക്കൾ. ഓർത്ത് വെച്ചു, നട്ടല് അസ്ഥികളെ പറയുന്ന പേര് കശേരുക്കൾ. 33 കശേരുക്കൾ. പിന്നെ നമ്മൾ പറഞ്ഞ മാറല് എത്രയാണ്? 1. ഓക്കെ, മാറല് 1. ഓക്കെ, വാരിയൽ എത്രയുണ്ട്? 12 ജോഡി വാരിയൽ. എത്ര ജോഡി? 12 ജോടി വാരിയൽ. മാറല് എത്ര? മാറല് 1. നട്ടലിൽ എത്ര കശേരുക്കളുണ്ട്? 33. മനുഷ്യ ശരീരത്തിലെ രണ്ട് കയ്യിലും കൂടി എത്ര അസ്ഥിയുണ്ട്? 64 ഉണ്ട്. അപ്പോൾ മനുഷ്യ ശരീരത്തിൽ ഒരു കാലിൽ എത്ര ഉണ്ടെന്ന് പറഞ്ഞു? 31 അസ്ഥികളുണ്ട്. അപ്പോൾ രണ്ട് കാലിലും കൂടെ എത്രയാണ്? 62 അസ്ഥികളാണുള്ളത്. അവിടെ നമ്മൾ എന്താണ് പഴയ സ്കൂൾ ടെസ്റ്റിൽ കാലിലെ അസ്ഥികൾ എന്നാണ് 60 തന്നെയാണ് പഠിച്ചത്. രണ്ട് കാലിലും കൂടെ എത്രയാണ്? 60 എന്നാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ ഇവിടെ എന്താണ് അവർ എക്സ്ട്രാ ഒരെണ്ണം കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്താണ് ഇത് തന്നെ പഠിച്ച് പോയാൽ മതി. അപ്പോൾ നമ്മൾ അതിലൊന്നും കൂടെ നമ്മളന്ന് റിവൈസ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. മനുഷ്യ ശരീരത്തിൽ രണ്ട് കയ്യിലും കൂടി എത്ര അസ്ഥികളുണ്ട്? 64 അസ്ഥികളുണ്ട്. എത്രയാണ്? 64. അതായത് 32. കാലിൽ എത്രയുണ്ടാ? ഒരു കാലിൽ 31. അപ്പോൾ തന്നെ രണ്ട് കാലിലും കൂടെ എത്രയായിരിക്കും? 62. ഓക്കെ, അടുത്ത പറയുന്നത് വെച്ചാൽ നട്ടല്ലാണ്. നട്ടലിൽ എത്രയുണ്ട്? 33 കശേരുക്കളുണ്ട്. മാറല് 1. ഓക്കെ, അടുത്ത എന്താണ്ടാ? തരുണാസ്ഥികളാണ്. ഓക്കെ, തരുണാസ്ഥികൾ എന്താണ്ടാ? നമ്മളെ മൂക്കിലൊക്കെ നമ്മൾ പിടിച്ചു നോക്കില്ല, ഇവിടെയൊക്കെ മൂക്കിൽ പിടിച്ചു നോക്കും, ചെവിയിലൊക്കെ പിടിച്ചു നോക്കുമ്പോൾ എന്താണ് നമുക്കത് മൃദുലമാണ്. കാരണം നമുക്ക് മടക്കാനും, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കാനും, മൂക്കായാലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മടക്കാൻ പറ്റും. ഇവിടെ അസ്ഥികളുണ്ട്. അപ്പോൾ എന്താണ് അവിടെയുള്ള അസ്ഥികൾ എന്താണ്? അത്രയ്ക്കും മൃദുവായതുകൊണ്ടാണ് നമുക്ക് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കാനും ഒക്കെ പറ്റുന്നത്. അതാണ് തരുണാസ്ഥികൾ. ഇത്രയാണ് പറയുന്നത്. നമ്മുടെ ചെവിയിലും മൂക്കിലൊക്കെയാണ് പ്രധാനമായി എന്താണ് ഈ തരുണാസ്ഥികൾ കാണപ്പെടുന്നത്. ഓക്കെ, എന്താണ്ടാ ഞാൻ പറഞ്ഞ തന്നെയാണ്. ഇവയ്ക്ക് എന്താണ് കൈകാലുകളിലെ അസ്ഥികളെ പോലെ എന്താണ് അത്രയ്ക്ക് എന്താണ് ബലം കുറവാണ്. ഇവ എന്താണ് മൃദുവാണ്.
ഓക്കെ. പക്ഷേ ഇവയ്ക്ക് എന്താണ് കുറച്ച് ധർമ്മങ്ങൾ നിർവഹിക്കാനുണ്ട്. ഈ തരുണാസ്ഥികൾക്ക് എന്താണ് ഇവയ്ക്ക് ബലം കുറവും ഇവ മൃദുവാണെന്ന് പറയുമ്പോഴും ഇവയുടെ ഒരു ധർമ്മമുണ്ട്. എന്താണ്? അസ്ഥികളെ പോലെ തന്നെ എന്താണ് ശരീരത്തിന് താങ്ങും ബലവും നൽകുന്നു. ഓക്കെ, അസ്ഥികളെ പോലെ തന്നെ ശരീരത്തിന് താങ്ങും ബലവും നൽകുന്ന വളരെയധികം വഴക്കമുള്ള ഭാഗമാണ് തരുണാസ്ഥികൾ. ഓക്കെ, അപ്പോൾ നമ്മളെ തരുണാസ്ഥികൾ എന്താണ് നമ്മുടെ ശരീരത്തിന് താങ്ങും ബലവും നൽകുന്നത് തന്നെയാണ്. ഓക്കെ, ഇവ എല്ലുകളേക്കാൾ മൃദുവാണ്. ഓക്കെ, നമ്മൾ മറ്റു സൈഡിൽ എന്താണ് എല്ലുകളേക്കാളും എന്താണ് മൃദുവാണ്. അതുകൊണ്ടാണ് നമുക്ക് എന്താണ്ട ഈ ചെവിയൊക്കെ ഇങ്ങനെ മടക്കാനും നോക്കാനൊക്കെ പറ്റുന്നത്. പക്ഷേ ഇവയ്ക്ക് എന്താണ് അതിൻ്റേതായ ഒരു പ്രാധാന്യമുണ്ട്. മനുഷ്യ ശരീരത്തിലും മറ്റ് ജന്തു ശരീരങ്ങളിലും ഇത് കാണപ്പെടുന്നു. ഓക്കെ, നമ്മളെ മനുഷ്യ ശരീരത്തിലുണ്ട്, മറ്റ് ജന്തുക്കളിലും കാണപ്പെടുന്നു. പ്രധാനമായും തരുണാസ്ഥികൾ എന്താണ് ചെവി, മൂക്ക്, കൈമുട്ട്, കാൽമുട്ട്, പിന്നെ എന്താണ് കണങ്കാൽ, ശ്വാസനാളം, കശേരുകൾക്കിടയിലെ ഡിസ്കുകൾ എന്നീ ഭാഗങ്ങളാണ് കാണപ്പെടുന്നത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പഠിച്ചു വെച്ചോ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം എന്താണ് ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ തന്ന് നമുക്ക് എന്താണ് അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, പഠിച്ചു വെച്ചോ. തരുണാസ്ഥികൾ എവിടെ കാണപ്പെടുന്നു? ഒന്ന് ചെവി, ഒന്ന് മൂക്ക്. നമുക്ക് കിട്ടുന്നതാണ് ചെവി, മൂക്ക്, പിന്നെ എന്താണ് കൈമുട്ട്, കാൽമുട്ട്. ഓക്കെ, അപ്പം ചെവി, മൂക്ക്, കൈമുട്ട്, കാൽമുട്ട്, ചെവി, മൂക്ക്, കൈമുട്ട്, കാൽമുട്ട്, പിന്നെ എന്താണ് കണങ്കാൽ. അപ്പോൾ നമ്മൾ 5 പഠിച്ചു. എന്താണ് ചെവി പഠിച്ചു, മൂക്ക് പഠിച്ചു, കൈമുട്ട്, കാൽമുട്ട്, പിന്നെ എന്താണ് കണങ്കാൽ. ഏതാണ് കണങ്കാൽ? പിന്നെ എന്താണ് ശ്വാസനാളം, പിന്നെ എന്താണ്ട ശ്വാസനാളം, പിന്നെ എവിടെയാണ് കശേരുകൾക്കിടയിലെ ഡിസ്ക്. ഓക്കെ, കശേരുകളിലൂടെയാണ് നട്ടലിലെ അസ്ഥികളെ കശേരുകൾ അവക്കിടയിൽ കിടന്ന ഡിസ്കില്ലേ, ഈ ഭാഗങ്ങളിൽ എന്താണ് തരുണാസ്ഥികൾ കാണപ്പെടുന്നു. ഓക്കെ, അപ്പോൾ തരുണാസ്ഥികൾ എന്താണ് മറ്റു എല്ലുകളെ അപേക്ഷിച്ച് എന്താണ് ഇവ മൃദുവാണ്. ഇവ നമ്മുടെ ശരീരത്തിന് താങ്ങും ബലവും നൽകുന്നു. എന്താണ് താങ്ങും ബലവും പിന്നെ എന്താണ് വളരെയധികം വഴക്കവും നൽകുന്ന ഭാഗമാണ്. ഓക്കെ, പിന്നെന്താണ്ട ഇത് എവിടെ കാണപ്പെടുന്നു? നമ്മളെ മനുഷ്യനിൽ കാണപ്പെടുന്നു, മറ്റ് ജന്തുക്കളുടെ ശരീരത്തിലും തരുണാസ്ഥികൾ കാണപ്പെടുന്നു. മനുഷ്യത്തിൽ എവിടെ കാണപ്പെടുന്നു? ചെവി, മൂക്ക്, പിന്നെന്താണ് കൈമുട്ട്, കാൽമുട്ട്. ചെവി, മൂക്ക്, കൈമുട്ട്, കാൽമുട്ട്, പിന്നെ എവിടെയാണ് കണങ്കാൽ, പിന്നെ എവിടെയാണ് കണങ്കാൽ, പിന്നെ എന്താണ് ശ്വാസനാളം, കശേരുക്കൾക്കിടയിലെ ഡിസ്ക്. ശ്വാസനാളവും കശേരുക്കൾക്കിടയിലെ ഡിസ്കിലും ശ്വാസനാളം, കശേരുക്കൾക്കിടയിലെ ഡിസ്ക് എന്നിവയിലാണ് എന്താണ് തരുണാസ്ഥികൾ കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തെല്ലാം പറഞ്ഞു? തലയോട് പറഞ്ഞു, നട്ടെല്ല് പറഞ്ഞു, വാരിയെല്ല് പറഞ്ഞു, പിന്നെ എന്താണ് കയ്യിലെയും കാലിലെ അസ്ഥികളുടെ എണ്ണവും പറഞ്ഞു, പിന്നെ നമ്മൾ എന്താ പറഞ്ഞു? തരുണാസ്ഥികളും പറഞ്ഞു. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് തരുണാസ്ഥികളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അതൊക്കെ എവിടെ കാണപ്പെടുന്നു എന്നുള്ളത്. ഓക്കെ, അടുത്ത് എന്താണ്ട അസ്ഥി സന്ധിയാണ് പറയുന്നത്. എന്താണ് അസ്ഥി സന്ധി? ഓക്കെ, ഇത്രയേ ഉള്ളൂ. 2 അതിലധികമോ അസ്ഥികൾ ചേരുന്ന ഭാഗത്തെ എന്താണ് അസ്ഥി സന്ധി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2 അതിലധികമോ അസ്ഥികൾ ജോയിൻ്റ് ആവുന്ന ഭാഗത്തെയാണ് നമ്മൾ എന്താണ് അസ്ഥി സന്ധി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് 2 അതിലധികമോ അസ്ഥികൾ ചേരുന്ന ഭാഗത്തെ അസ്ഥി സന്ധി എന്ന് പറയുന്നു. നമ്മുടെ ശരീരത്തിൽ വിവിധ തരം അസ്ഥിസന്ധികളുണ്ട്. ഓക്കെ, നമ്മുടെ ശരീരത്തിൽ എന്താണ് വിവിധ തരം അസ്ഥിസന്ധികളുണ്ട്. അസ്ഥിസന്ധികൾ ചലിപ്പിക്കാൻ കഴിയുന്നതും കഴിയാത്തവയുണ്ട്. ഓക്കെ, അപ്പോൾ അസ്ഥിസന്ധികളിൽ തന്നെ എന്താണ് നമുക്ക് ചലിപ്പിക്കാൻ കഴിയുന്നതും ചലിപ്പിക്കാൻ കഴിയാത്തവയുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്ട അസ്ഥിസന്ധി എന്താണ്ട 2 അതിലധികമോ അസ്ഥികൾ ചേരുന്ന ഭാഗത്തെ അസ്ഥിസന്ധി. അപ്പോൾ 2 അതിലധികമോ അസ്ഥികൾ ചേരുന്ന ഭാഗത്തെ അസ്ഥിസന്ധി എന്ന് പറയുന്നു. ഓക്കെ, നമ്മുടെ ശരീരത്തിൽ വിവിധ തരം അസ്ഥിസന്ധികളുണ്ട്. ഓക്കെ, നമ്മളതിന് പറയും ഏതൊക്കെയുണ്ട? ഗോളരസന്ധി, കീലസന്ധി, വിചാരിസന്ധി. അതിനെക്കുറിച്ച് എന്താണ് കുറച്ച് പോയിന്റ്സ് നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കും. ഓക്കെ, അപ്പോൾ അസ്ഥിസന്ധി എന്താണ്? നമ്മുടെ ശരീരത്തിൽ വിവിധ അസ്ഥിസന്ധികളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു. ഉദാഹരണത്തിന് വിചാരിസന്ധി, ഗോളരസന്ധി, കീലസന്ധിയൊക്കെ ഉള്ളത്. ഓക്കെ, നമ്മൾ LGSനൊക്കെ എന്താണ് ഇതിനെ എടുത്ത് ചോദിച്ചിട്ടുള്ളതാണ് കഴിഞ്ഞ വർഷം നടന്ന. ഓക്കെ, അപ്പോൾ അസ്ഥിസന്ധികൾ എന്താണ്ട അവനെ നമുക്ക് എന്താണ് ചലിപ്പിക്കാൻ കഴിയും. ചിലത് ചലിപ്പിക്കാൻ കഴിയും, ചിലത് എന്താണ്ട ചലിപ്പിക്കാൻ കഴിയാത്തവയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് അസ്ഥിസന്ധി ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ എന്താണ് വിജാഗിരി സന്ധി. ഇതിന് ഉദാഹരണമായി വിജാഗിരി സന്ധി എന്ന് പറയാം. ഓക്കേടാ, വിജാഗിരി എന്താണ്ട? വിജാഗിരി നമുക്കറിയാം, നമ്മുടെ വീട്ടിലെ ഡോറിലൊക്കെ ഉള്ള വിജാഗിരി എന്താണ്ട പ്രത്യേകത? അതിൻ്റെ പ്രത്യേകത എന്താണ്ട? ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ തുറക്കാൻ പറ്റുള്ളൂ. നമ്മൾ കതവ് തുറക്കുമ്പോൾ എന്താണ് നമ്മൾ ഡോറ് തുറന്ന് ഓപ്പൺ ആക്കി, അതായത് നമുക്ക് എന്താണ് ഒരു സൈഡിലോട്ട് മാത്രമേ എന്താണ് ഒരു വശത്തേക്ക് മാത്രമേ നമുക്കത് ചലിപ്പിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെയാണ് വിജാഗിരി സന്ധിക്ക് എന്താണ്ട ഒരു ഭാഗത്തേക്ക് മാത്രമേ ചലിപ്പിക്കാൻ കഴിയുള്ളൂ. നമുക്ക് എന്താണ് പറയുന്നത് നോക്കാം. കതക്, ജനൽ എന്നിവയിലെ വിജാഗിരി പോലെ കൈമുട്ടിലും മുട്ടിലെ അസ്ഥികൾ ഒരു വശത്തേക്ക് മാത്രമേ ചലിപ്പിക്കാൻ സാധിക്കൂ. നമ്മുടെ കൈമുട്ട്, കാൽമുട്ടിൽ നമുക്കതാ ഇങ്ങനെയല്ലേ ചലിപ്പിക്കാൻ പറ്റുള്ളൂ. ഒരു വശത്തേക്ക് മാത്രമല്ലേ പറ്റത്തുള്ളൂ. ഓക്കെ, കൈമുട്ടിലും കാൽമുട്ടിലും കാണപ്പെടുന്ന ഇത്തരം സന്ധികളാണ് വിജാഗിരി സന്ധികൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ വേടി തന്നെ കിട്ടും. വിജാഗിരി സന്ധികൾ എന്താണ്ട ഒരു ഭാഗത്തേക്ക് മാത്രമേ ചലിപ്പിക്കാൻ കഴിയൂ. ഓക്കെ, എവിടെയാണ് കാണപ്പെടുന്നത്? നമ്മുടെ കൈമുട്ടും കാൽമുട്ടിലാണ് കാണപ്പെടുന്നത്. നമുക്ക് അത് വെച്ച് തന്നെ കിട്ടും. കൈമുട്ടിലും കാൽമുട്ടിലാണ് നമുക്ക് ഇങ്ങനെയല്ലേ ചലിപ്പിക്കാൻ കഴിയുള്ളൂ ഒരു വശത്തേക്ക്. അതുകൊണ്ടാണ് ആ പേരെന്ന് വന്നത് വിജാഗിരി സന്ധി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ താഴെ ബോക്സിൽ എന്താണ് ഇതിൻ്റെ പ്രത്യേകത തന്നെയാണ് കാണുന്ന ശരീരഭാഗം ഏതാണ്ട? ഒന്ന് കൈമുട്ട്. ഓക്കെ, നമ്മളിപ്പോൾ പഠിച്ചു ഏതാണ്? കൈമുട്ട്. 2 ഏതാണ്ട? കാൽമുട്ട്. ഓക്കെ, സെറ്റാണ്.
ഓക്കെ, അപ്പോൾ വിജാഗിരി സന്ധി എന്താണ്ടാ ഒരു ഭാഗത്തേക്ക് മാത്രമേ ചലിപ്പിക്കാൻ കഴിയുന്ന സന്ധികളാണ് വിജാഗിരി സന്ധി. എവിടെയാണ് കാണപ്പെടുന്നു? കൈമുട്ടും കാൽമുട്ടും. എവിടെയാണ്? കൈമുട്ടും കാൽമുട്ടും. പ്രത്യേകത എന്താണ്? വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നതാണ് വിജാഗിരി സന്ധി. ഓക്കെ, വിജാഗിരി സന്ധി സെറ്റാണ്. ആ വേടിയിൽ നിന്ന് തന്നെ കിട്ടും. അതിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു ഭാഗത്തേക്ക് മാത്രം വിജാഗിരി, നമ്മളെ കതവിലെയും ജനലിലെയും വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രമേ അവ ചലിപ്പിക്കാൻ കഴിയുള്ളൂ. വിജാഗിരി സന്ധി എവിടെയാണ് കാണപ്പെടുന്നു? ഇവിടെ കൈമുട്ടിലും കാൽമുട്ടിലും. എവിടെയൊക്കെയാണ്? കൈമുട്ടിലും കാൽമുട്ടിലും. ഓക്കെ, അടുത്ത ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ്? നമ്മുടെ ഗോളർ സന്ധി. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി. ഓക്കെ, നമ്മളൊരു വേർഡ് പഠിക്കുമ്പം അതിൻ്റെ ഇംഗ്ലീഷും മലയാളവും പഠിച്ചു വയ്ക്കണം. ക്വസ്റ്റ്യൻ ഇടുന്നവർ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് പറയാൻ കഴിയും. കാരണം നമ്മൾ അടുത്തൊരു കാര്യം പറയുന്നത് കീലസന്ധി, അതിനെ തന്നെ പിവട്ട് സന്ധി എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഈ വരുന്ന ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം പിവട്ട് സന്ധിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഈ ഒരു പാഠഭാഗം പഠിക്കാത്ത ഒരാൾക്ക് എന്താണെന്ന് അറിയില്ല. അല്ലെങ്കിൽ എന്താണ്? നമ്മൾ പഠിച്ചു പോകുമ്പോൾ എന്താണ്? ഇംഗ്ലീഷ് വേർഡും പഠിച്ചു പോകണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ്? നമുക്ക് അവിടെ ഒരു നെഗറ്റീവ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളൊരു PSC എക്സാമിൽ SRTയുടെ ഇമ്പോർട്ടൻസ് അത്രയും വലുതാണ്. ഓക്കെ, എന്താണ്ടാ നമുക്ക് നോക്കാം. ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി. ഓക്കെ, നമ്മുടെ ഗോളർ സന്ധി ഇത്രയേ ഉള്ളൂ. കൈമുട്ട് കാൽമുട്ട് എന്നിവയുടെ ചലനം ഒരുപോലെയാണോ? തോളിൻ്റെ ചലനം. ഓക്കെ, നമ്മളെ കൈമുട്ടും കാൽമുട്ടും ചലനം നമ്മൾ പറഞ്ഞതാ നമുക്കിങ്ങനെ ഒരു സൈഡിലായിട്ട് മാത്രമേ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെയാണോ? നമ്മളെ കൈമുട്ടും കാൽമുട്ടും ചലിപ്പിക്കുന്ന പോലെയാണോ നമ്മുടെ എന്താണ് തോളലും ഇടുപ്പല്ലും? ഓക്കെ, നമുക്ക് നോക്കാം. കൈകൾ വശങ്ങളിലേക്ക് നീട്ടി ചലിപ്പിച്ച് നോക്കൂ. തോളിലെ സന്ധികൾ എല്ലാ ഭാഗങ്ങളിലേക്കും ചലിപ്പിക്കാൻ സാധിക്കുന്നില്ല. ഓക്കെ, നമ്മളെ തോളിലാണല്ലേ, തോളിൽ നമുക്ക് എന്താണ്? കൈ ഇങ്ങനെ കറക്കാം. ഒരു റൊട്ടേഷൻ നമുക്ക് വരും, അതായത് എല്ലാ ഭാഗത്തോട്ടും കറക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ്? നമ്മൾ ഈ കൈമുട്ടിലെയും കാൽമുട്ടിലെയും ചലനം കണക്കല്ല നമ്മളെന്താണ് തോളലിലെ ചലനം. ഓക്കെ, അപ്പോൾ അവിടെ വരുന്ന ഏതാണ്? വിജാഗിരി സന്ധിയല്ല. തോളലിൽ വരുന്നത് വിജാഗിരി സന്ധിയില്ല. അവിടെ വരുന്ന ഏതാണ്ടാ? ബോൾ ആൻഡ് സോക്കറ്റ് സന്ധിയാണ്. ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി. ഓക്കെ, നമ്മളിവിടെ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് പോയിന്റ് അടുത്തതാ വരെയാണ്. ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള ആർക്കാണ്ടാ? ഗോളര സന്ധി. അതായത് ബോൾ ആൻഡ് സോക്കറ്റ് സന്ധിക്കാണ് എന്താണ്? ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യം ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ പോയിന്റ്. എന്താണ്? ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധി ഏതാണ്ടാ? ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി. ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു. അതായത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇങ്ങനൊരു അസ്ഥിയുടെ ഭാഗം കുഴിഭാഗമായിരിക്കും. മറ്റേതെന്താണ്? ഇതിനകത്ത് നിന്ന് കറങ്ങുകയാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്ടാ? ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം ഈ ഒരു അസ്ഥി എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇവിടെ ഭാഗം ഉരുണ്ട ഭാഗമാണ്. ഈ ഉരുണ്ട ഭാഗം എന്താണ്? മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ നിന്ന് തിരിയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ്? ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധി എന്ന് വെച്ചാൽ സന്ധി ഏതാണ്ടാ? ബോൾ ആൻഡ് സോക്കറ്റ് സന്ധിയാണ്. ഓക്കെ, അപ്പോൾ ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി എവിടെയാണ് കാണപ്പെടുന്നതാ? നമ്മളെ തോളല്ലും ഇടുപ്പല്ലും എന്നിവയിലാണ് എന്താണ്? നമ്മുടെ ഏതാണ്? ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി കാണപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി നമ്മൾ കഴിഞ്ഞു. ഇത്ര നമ്മൾ പറഞ്ഞു. എന്താണ്? ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ളതാണ് ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി. ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ളതാണ് ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി. എവിടെയാണ് കാണപ്പെടുന്നത്? തോളല്ലിലും ഇടുപ്പല്ലും. ഒന്ന് തോളല്, രണ്ട് ഇടുപ്പല്ല്. ഒന്ന് തോളല്, രണ്ട് ഇടുപ്പല്ല്. ഓക്കെ, സെറ്റാണ്. അടുത്ത നേരത്തെ ഞാൻ പറഞ്ഞതാണ് പിവറ്റ് സന്ധി അഥവാ കീലസന്ധി. ഓക്കെ, എന്താണ്ടാ? നമുക്ക് ആ പിക്ചർ തന്നെ കാണാം. എന്താണ്? ഇത് എവിടെയാണ് വരുന്നത്? നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്താണ്. കഴുത്തിൻ്റെ ഭാഗത്താണ് പിവറ്റ് സന്ധി അഥവാ കീലസന്ധി. ഓക്കെ, പിവറ്റ് സന്ധി അഥവാ കീലസന്ധി. നമ്മുടെ പഴയ SCRTയിൽ മലയാളം വേർഡാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇവരെന്താണ്ടാ? ഇംഗ്ലീഷ് വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ടും പഠിച്ച് വയ്ക്കുക. അപ്പോൾ നമ്മൾ ആ പിക്ചറിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ്ടാ? പിവറ്റ് സന്ധി എവിടെയാണ്? നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്താണ് വരുന്നത്. എന്താണ്ടാ പറയുന്നത്? കഴുത്തിലെ അസ്ഥി സന്ധിയുടെ പ്രത്യേകത എന്താണ്? ചലിപ്പിച്ച് നോക്കൂ. എന്താണ്? നമ്മളെ കഴുത്ത് നമുക്ക് എങ്ങനെ ചലിപ്പിക്കാം? അപ്പോൾ ബാക്കിലോട്ടും മുന്നോട്ടും പിന്നെ എന്താണ്? വശങ്ങളിലോട്ടും എന്താണ്? ചലിപ്പിക്കാൻ സാധിക്കുന്നു. ഇടത്തോട്ടും വലത്തോട്ടും ചലിപ്പിക്കാൻ സാധിക്കുന്നു. എത്രമാത്രം തിരിയാൻ കഴിയുന്നുണ്ട്? ഇത്തരം അസ്ഥി സന്ധിയാണ് പിവറ്റ് സന്ധി. പിവറ്റ് സന്ധി കാണപ്പെടുന്ന ശരീരഭാഗം, അതിൻ്റെ പ്രത്യേകത എന്നിവ താഴെ പട്ടികയിൽ നൽകിയിരിക്കുന്നു. ഓക്കെ, താഴെ ഒരു ബോക്സിൽ നൽകിയിട്ടുണ്ട്. പിവറ്റ് സന്ധി എവിടെയാണ്? കഴുത്തിൻ്റെ ഭാഗത്താണ് കാണപ്പെടുന്നത്. നമ്മൾ പറഞ്ഞു തന്നെ പിവറ്റ് സന്ധി എവിടെയാണ്? നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്ത്, ഈ ഒരു ഭാഗത്താണ് പിവറ്റ് സന്ധി കാണപ്പെടുന്നത്. അതെന്താണ് അതിൻ്റെ പ്രത്യേകത? ഒരു അസ്ഥി മറ്റൊന്നിൽ മുന്നോട്ടും പിന്നോട്ടും വശങ്ങളിലേക്ക് തിരിയുന്നു. ഓക്കെ, നമുക്ക് പിവറ്റ് സന്ധി കഴുത്ത് നമുക്ക് എങ്ങോട്ടൊക്കെ പറ്റും? വലത്തോട്ടും ഇടത്തോട്ടും ചലിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ എന്താണ്? ബാക്കിലോട്ടും മുന്നോട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിവറ്റ് സന്ധി എവിടെയാണ്? കഴുത്തിലാണ് കാണപ്പെടുന്നത്. പിവറ്റ് സന്ധി കഴുത്തിലാണ് കാണപ്പെടുന്നത്. നമുക്ക് എന്താണ്? ഇരുവശങ്ങളിലോട്ടും വലത്തോട്ടും ഇടത്തോട്ടും പിന്നെ എന്താണ്? നമ്മുടെ മുന്നോട്ടും പിന്നോട്ടും നമുക്ക് ചലിപ്പിക്കാൻ കഴിയുന്ന ഏതാണ്ടാ? പിവറ്റ് സന്ധി. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതാണ് വിജാഗിരി സന്ധി. വിജാഗിരി സന്ധി എന്താണ്? നമ്മുടെ കതകിലെയും ജനലിലെയും വിജാഗിരി പോലെ എന്താണ്? ഒരു ഭാഗത്തേക്ക് മാത്രമേ ചലിപ്പിക്കാൻ കഴിയുന്നുള്ളൂ. അടുത്ത നമ്മൾ ഏതാണ്ടാ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള ഗോളര സന്ധി, അതായത് ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി നമ്മുടെ തോളലിലും ഇടുപ്പല്ലിലുള്ളത്. അതായത് ഒരു അസ്ഥിയുടെ എന്താണ്? ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിഞ്ഞ ഭാഗത്തേക്ക് എന്താണ്? അതിനകത്ത് നിന്ന് ചലിക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ളത്. അതിന് പിവറ്റ് സന്ധി അഥവാ കീലസന്ധി എന്താണ്? കഴുത്തിൽ കാണപ്പെടുന്നു. അതായത് എന്താണ്? നമുക്ക് ഇതിന് വലത്തോട്ടും ഇടത്തോട്ടും ചലിപ്പിക്കാൻ പറ്റുന്നു. പിന്നെ എന്താണ്? ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും ചലിപ്പിക്കാൻ കഴിയുന്നു. ഓക്കെ, അപ്പോൾ പിവറ്റ് സന്ധി എവിടെയാണ് കാണപ്പെടുന്നത്? കഴുത്തിൽ. ഓക്കെ, ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി എവിടെയാണ്? തോളല്. വിജാഗിരി സന്ധി എവിടെയാണ്?
കൈമുട്ടിലും കാൽമുട്ടിലും. സെറ്റാണ്. ഓക്കെ, അവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? അസ്ഥിഭംഗം, ഫ്രാക്ചർ. ഓക്കെ, നമ്മൾ അസ്ഥിഭംഗം എത്ര എണ്ണം? 3 എണ്ണം ഉണ്ട്. ഓക്കെ, നമ്മൾ ഫയർമാൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് കേട്ടോ. നമ്മുടെ 20 മാർക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ഭാഗമാണ് ഈ അസ്ഥിഭംഗം എന്ന് പറയുന്നത്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക് പഠിക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ അസ്ഥിഭംഗം എന്താണ്ട? 3 തരത്തിലുള്ള അസ്ഥിഭംഗമുണ്ട്. എത്ര തരത്തിലുള്ള? 3 തരത്തിലുള്ള. ഏതൊക്കെയാണ്ട? ഇതാ ലഘുഭംഗം, പിന്നെന്താ വിഷമഭംഗം, പിന്നെന്താണ് സങ്കീർണഭംഗം. ഓക്കെ ഓക്കെ, ലഘുഭംഗം ആ പേരിൽ തന്നെ നമുക്ക് കിട്ടും. നമുക്ക് നോക്കാം. അപ്പോൾ അസ്ഥികൾക്ക് സംഭവിക്കുന്ന പൊട്ടലിനും ഒടിവിനും അസ്ഥിഭംഗം എന്ന് പറയുന്നു. ഓക്കെ, നമ്മുടെ അസ്ഥികൾക്ക് സംഭവിക്കുന്ന പൊട്ടുന്നതും അസ്ഥികൾ ഒടിയുന്നതും എന്താണ്ട്? അസ്ഥിഭംഗം അഥവാ ഫ്രാക്ചർ എന്ന് പറയുന്നു. അസ്ഥിഭംഗം 3 തരത്തിലുണ്ട്. നമ്മൾ പറഞ്ഞു ലഘുഭംഗം, വിഷമഭംഗം, സങ്കീർണഭംഗം. ഏതൊക്കെയാണ്ട? ലഘുഭംഗം, വിഷമഭംഗം, സങ്കീർണഭംഗം. ലഘുഭംഗം എന്താണ്ട? നമുക്ക് നോക്കാം. അസ്ഥികൾക്ക് പൊട്ടലോ ഒടിവോ ഉണ്ടാവുകയോ അസ്ഥികൾക്ക് സ്ഥാനഭ്രംശം സംഭവിക്കുകയോ ചെയ്യുന്നത് എന്താണ്? ലഘുഭംഗം. ഓക്കെ, അപ്പോൾ അസ്ഥികൾ പൊട്ടുകയോ ഒടിയുകയോ ചെയ്യുന്നു. പിന്നെന്താണ്ട? അസ്ഥികൾക്ക് സ്ഥാനഭ്രംശം. ഓക്കെ, എന്താണ്? ഡിസ്ലൊക്കേഷൻ സംഭവിക്കുന്നത് എന്താണ്ട? നമ്മുടെ ലഘുഭംഗത്തിന് ഉദാഹരണമാണ്. ഓക്കെ, അപ്പോൾ പിന്നെ എന്തായിരിക്കും വിഷമഭംഗം? അസ്ഥി പൊട്ടി മാംസപേശികളെ തുളച്ച് പുറത്തേക്ക് വരുന്നു. ഓക്കെ, അസ്ഥി പൊട്ടി മാംസപേശികൾ തുളച്ച് പുറത്തേക്ക് വരുന്ന അസ്ഥിഭംഗമാണ് വിഷമഭംഗം. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ്? വിഷമഭംഗത്തിൽ എന്താണ്? പേശികൾ പുറത്തേക്ക് വരികയാണ്. അസ്ഥി പൊട്ടി എന്താണ്? പേശികൾ തുളച്ച് പുറത്തേക്ക് വരുന്നതാണ് എന്താണ്? വിഷമഭംഗം. അതായത് നമ്മുടെ കൈക്കുള്ളിൽ അസ്ഥി എന്താണ്? ഈ പേശികളെ തകർത്ത് എന്താണ്? വെളിയിലോട്ട് വരുന്നതാണ് വിഷമഭംഗം. അപ്പോൾ ലഘുഭംഗം എന്താണ്ട? അസ്ഥികൾ പൊട്ടുകയോ ഒടിയുകയോ ഉണ്ടാവുകയോ പിന്നെന്താണ്? അസ്ഥികൾക്ക് പ്രത്യേകതരം എന്താണ്? സ്ഥാനഭ്രംശം ഡിസ്ലൊക്കേഷൻ ആവുന്ന എന്താണ്? ലഘുഭംഗം. അപ്പോൾ ലഘുഭംഗം എന്താണ്? അസ്ഥികൾ പൊട്ടുകയോ ഒടുകയോ ചെയ്യും. പിന്നെന്താണ്? അവിടെ നമുക്ക് എന്താണ്? ഒരു ഡിസ്ലൊക്കേഷൻ സ്ഥാനഭ്രംശം സംഭവിക്കുന്നതാണ് ലഘുഭംഗത്തിന് ഉദാഹരണം. വിഷമഭംഗം എന്താണ്ട? ഈ അസ്ഥി പൊട്ടി നമ്മുടെ പേശികളില്ലേ, മസിൽസ്, അതും തുളച്ച് എന്താണ്? അസ്ഥികൾ പുറത്തേക്ക് വരുന്നതാണ് വിഷമഭംഗം. ഇതിൽ അസ്ഥിഭംഗത്തോടൊപ്പം പുറമെ മുറിവുണ്ടായിരിക്കും. ഓക്കെ, ഇതിൽ അസ്ഥിഭംഗത്തോടൊപ്പം എന്താണ്? മുറിവുണ്ടാകും. കാരണം എന്താണ്ട? നമ്മൾ അസ്ഥി പുറത്തേക്ക് വരികയാണ്. അപ്പോൾ നമ്മുടെ കൈകളിൽ എന്താണ്? മുറിവുണ്ടാകും. അടുത്ത എന്താണ്ട? ശരീരത്തിലെ ആന്തരാവയവങ്ങൾക്ക് സമീപം സംഭവിക്കുന്ന വിഷമഭംഗമാണ് സങ്കീർണഭംഗം. ഓക്കെ, നമ്മുടെ ശരീരത്തിലെ ആന്തരാവയവങ്ങളില്ലേ, അവയ്ക്ക് സമീപം സംഭവിക്കുന്ന വിഷമഭംഗമാണ് സങ്കീർണഭംഗം. ഓക്കെ, അപ്പോൾ 3 ഭംഗവും കഴിഞ്ഞു. 3 ഫ്രാക്ചർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അസ്ഥിഭംഗം ഏതൊക്കെയാണ്? ലഘുഭംഗം. ലഘുഭംഗം എന്താണ്ട? അസ്ഥി പൊട്ടുകയോ ഒടുകയോ ചെയ്യുന്നു. പിന്നെന്താണ്? അവയ്ക്കൊരു സ്ഥാനമാറ്റം ഉണ്ടാകും, സ്ഥാനഭ്രംശം സംഭവിക്കുന്നു. അതാണ് ലഘുഭംഗം. അടുത്ത വിഷമഭംഗം എന്താണ്ട? അസ്ഥി പൊട്ടി മാംസപേശികളെ തുളച്ച് പുറത്തു വരുന്നു. അവിടെ മുറിവുണ്ടാകുന്നു. കാരണം അസ്ഥി പുറത്തേക്ക് വരികയില്ല. അപ്പോൾ നമ്മുടെ കൈ മുറിയും. അപ്പോൾ അതാണ് വിഷമഭംഗം. അപ്പോൾ സങ്കീർണഭംഗം എന്താണ്ട? സങ്കീർണഭംഗം എന്ന് പറയുന്നത് നമ്മുടെ ആന്തര അവയവങ്ങളില്ലേ, അവയ്ക്ക് സമീപം സംഭവിക്കുന്നതാണ് വിഷമഭംഗമാണ് സങ്കീർണഭംഗം. ഈ സങ്കീർണഭംഗമാണ് ഇതിൽ ഏറ്റവും അപകടം കേട്ടോ. ഓക്കെ, ഇത്തരം സന്ദർഭങ്ങളിൽ അസ്ഥി ഒടിഞ്ഞ ആന്തരാവയവങ്ങൾക്ക് ക്ഷതം സംഭവിക്കുന്നു. ഓക്കെ, നമ്മുടെ ഈ സങ്കീർണഭംഗം സംഭവിക്കുന്ന എവിടെയുണ്ട? നമ്മൾ ആന്തരാവയവങ്ങൾക്കുള്ളിലാണ്, നമ്മൾ അടുത്താണ്. അപ്പോൾ എന്താണ്? ഇത് ആന്തരാവയവങ്ങൾക്ക് എന്താണ്ട? പരിക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും എന്താണ് ഡേഞ്ചർ ആയിട്ടുള്ള കാര്യം ഏതാണ്ട? സങ്കീർണഭംഗമാണ്. ഓക്കെ, അപ്പോൾ അസ്ഥിഭംഗം എന്താണ്ട? അസ്ഥികൾക്ക് സംഭവിക്കുന്ന പൊട്ടലിനും ഒടിവിനും അസ്ഥിഭംഗം എന്ന് പറയുന്നു. 3 തരംതിരിച്ചു. ലഘുഭംഗം പറയാം. ലഘുഭംഗം എന്താണ്? അവിടെ ഡിസ്ലൊക്കേഷനാണ് മെയിനായിട്ട്. പിന്നെന്താണ്? വിഷമഭംഗം എന്താണ്ട? നമ്മളെ പേശികളെയൊക്കെ പൊട്ടി എന്താണ്? ഈ സാധനം, ഈ അസ്ഥി എന്താണ്? പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഒരു മുറിവുണ്ടാകുന്ന വിഷമഭംഗം. സങ്കീർണഭംഗം എന്താണ്ട? ആന്തരിക അവയവങ്ങൾക്ക് അടുത്ത് നടക്കുന്ന വിഷമഭംഗമാണ് സങ്കീർണഭംഗം. സങ്കീർണഭംഗം വഴി എന്താണ്? നമ്മൾ ആന്തരിക അവയവങ്ങൾക്ക് എന്താണ്? ക്ഷതമേൽക്കാൻ സാധ്യതയും ഉണ്ട്. ഓക്കെ, അടുത്ത എന്താണ്ട? എക്സ്റേ എന്താണ്ട? നമുക്കിപ്പോൾ നമ്മൾ എക്സ്റേ മിക്കുള്ളവരും എന്താണ്? നമ്മൾ മിക്കവാറും ഉള്ളവർ എന്താണ്? എക്സ്റേ എടുത്തിട്ടുണ്ട്. ഞാനും എടുത്തിട്ടുണ്ട് എക്സ്റേ. എന്താണ്? നമ്മുടെ കൈക്ക് നമുക്ക് എന്തെങ്കിലും പരിക്ക് പറ്റുമ്പോൾ എന്താണ്? നമ്മുടെ കൈ അസ്ഥികളെ എന്താണ്? ഒടിവോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ക്രാക്കോ എല്ലാം ഉണ്ടെങ്കിൽ എന്താണ്? നമുക്ക് എക്സ്റേയിലൂടെ അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ എക്സ്റേ എന്താണ്ട? 1895 ജർമ്മൻ ഭൗതിക ശാസ്ത്രജ്ഞനായ വിൽഹം കോൺറാഡ് റോൺജൻ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്ട? ഫുൾ പേര് പഠിച്ചു വെച്ചോ, വർഷം വരെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്ട? 1895 ജർമ്മൻകാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്ട? വിൽഹം കോൺറാഡ് റോൺജൻ. ഏതാണ്? വിൽഹം കോൺറാഡ് റോൺജനാണ് എക്സ്റേ കണ്ടെത്തിയത്. മനുഷ്യൻ്റെ കൈകളിലെ അസ്ഥികളുടെ ഫോട്ടോഗ്രാഫി ചിത്രം എക്സ്റേ ഉപയോഗിച്ചെടുത്തത് റോൺജനാണ്. ഓക്കെ, അപ്പോൾ എന്താണ്ട്? നമ്മുടെ മനുഷ്യ ശരീരത്തിൽ കൈകളിലെ അസ്ഥികളുടെ ഫോട്ടോഗ്രാഫി ചിത്രം എക്സ്റേ ഉപയോഗിച്ച് എടുത്തത് റോൺജനാണ്.
മാംസപേശികളിലൂടെ കടന്നു പോകുന്നതും എല്ലുകളിലൂടെ കടന്നു പോകാത്തതുമാണ് എക്സ്റേ കിരണങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സ്റേ എന്താണ്ട നമ്മുടെ മാംസപേശികളിലൂടെ, നമ്മുടെ എല്ലിലുള്ള മാംസപേശികളിലൂടെ എന്താണ് കടന്നു പോകും എന്നാണ് പിന്നെന്താണ് നമ്മുടെ എല്ലുകളിലൂടെ കടന്നു പോയില്ല. ഓക്കെ, നമ്മൾ മനസ്സിലായത് അതാണ് കറക്റ്റ്. എല്ലിൻ്റെ പിക്ചർ മാത്രം നമുക്ക് കറക്റ്റ് ആ ഒരു രൂപരേഖ നമുക്ക് മനസ്സിലാക്കും. എന്താണ് എക്സ്റേ എന്താണ് എല്ലിലൂടെ കടന്നു പോകില്ല, നമ്മുടെ എന്താണ് മാംസപേശികളിലൂടെയാണ് ഇവ കടന്നു പോകുന്നത്. ഓക്കെ, അപ്പോൾ എക്സ്റേ കണ്ടെത്തിയ ആരാണ്ടാ? അദ്ദേഹം ജർമ്മൻകാരനാണ്. വർഷം എന്താണ്ട് 1895. അദ്ദേഹത്തിൻ്റെ പേരാണ് വിൽഹം കോൺറാഡ് റോൺജൻ. വിൽഹം കോൺറാഡ് റോൺജൻ. ഓക്കെ, അപ്പോൾ എക്സ്റേ എന്താണ്ട നമ്മുടെ എല്ലുകളിലൂടെ അസ്ഥികളിലൂടെ കടന്നു പോകില്ല, പക്ഷേ എന്താണ് നമ്മുടെ മാംസപേശികളിലൂടെ കടന്നു പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയല്ലോ. എന്താണ് അസ്ഥിഭംഗം എന്ന് പറഞ്ഞല്ലോ? അസ്ഥിഭംഗം എന്താണ്? അസ്ഥികൾ സംഭവിക്കുന്ന പൊട്ടലിനെ ഒടുവിന് അസ്ഥിഭംഗം എന്ന് പറയുന്നത് 3 തരംതിരിക്കുന്നു. ഏതൊക്കെയാണ്? വിഷമഭംഗമുണ്ട്, സങ്കീർണ്ണ ഭംഗമുണ്ട്, ലഘുഭംഗമുണ്ട്. ലഘുഭംഗം എന്താണ്? മെയിനായിട്ട് എന്താണ് ഡിസ്ലൊക്കേഷനാണ് സംഭവിക്കുന്നത്. വിഷമഭംഗത്തിൽ എന്താണ്ട നമ്മുടെ മാംസപേശികളെയും പൊട്ടി ഇത് പുറത്തു വരുന്നു, അവിടെ മുറിവുണ്ടാവും. സങ്കീർണ്ണ ഭംഗം എന്താണ്ട മെയിനായിട്ട് സംഭവിക്കുന്ന ആന്തരിക അവയവങ്ങളുടെ സമീപത്തുണ്ടാകുന്ന വിഷമഭംഗമാണ് സങ്കീർണ്ണ ഭംഗം എന്ന് പറയുന്നത്. ഈ സങ്കീർണ്ണ ഭംഗം സംഭവിക്കുമ്പോൾ നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് എന്താണ് ക്ഷതം സംഭവിക്കുന്നു. അടുത്ത എക്സ്റേ എന്താണ്ട 1895 ജർമ്മൻ ശാസ്ത്രജ്ഞനായ എന്താണ് വിൽഹം കോൺറാഡ് റോൺജനാണ് എക്സ്റേ കണ്ടെത്തിയത്. ഓക്കെ, എക്സ്റേ എന്താണ്ട നമ്മുടെ മാംസപേശികളിലൂടെ കടന്നു പോകുന്നു, നമ്മൾ അസ്ഥികളിലൂടെ കടന്നു പോകില്ല. നമ്മുടെ അസ്ഥികളിലൂടെ എന്താണ് എക്സ്റേ കടന്നു പോകില്ല. അടുത്തെന്താണ്ട മുട്ടുമാറ്റി വയ്ക്കൽ. ഓക്കെ, നമുക്കറിയാം നമ്മൾ വീട്ടിലിപ്പോൾ എന്താണ് വയസ്സായവരൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് അവർക്ക് നടക്കുന്ന ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ മുട്ടിൽ പാറ്റെല്ലാം മാറ്റി വയ്ക്കുന്ന ശസ്ത്രക്രിയയൊക്കെ ചെയ്യാറുണ്ടോ? എന്താണ്? ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ശരീരഭാരം കൂടുന്നതും അസ്ഥികളിൽ എന്താണ് കാൽസ്യം കുറയുന്നതും കാൽമുട്ടിന് തേയ്മാനം ഉണ്ടാകും. ഓക്കെ, അപ്പോൾ എന്താണ്ട് നമ്മുടെ ശരീരഭാരം കൂടുന്നതും അസ്ഥികളിൽ എന്താണ് കാൽസ്യം നമ്മൾ അറിയാനുള്ള കാര്യമാണ്. നമ്മുടെ അസ്ഥികളുടെ ബലത്തിന് കാൽസ്യം എന്ന ധാതു അത്രയധികം ഇമ്പോർട്ടൻസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ വിറ്റാമിൻ ഡിയും നമുക്ക് എന്താണ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം എന്താണ് നമ്മൾ അസ്ഥികളെ ബാധിക്കുന്ന ഓസ്റ്റിയോമലേഷ്യ, പിന്നെ എന്താണ് പിള്ളവാതം അഥവാ റിക്കറ്റ്സ് ഒക്കെ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ശരീരഭാരം കൂടുന്നതും അസ്ഥികളിൽ കാൽസ്യം കുറയുന്നതും കാൽമുട്ടിൻ്റെ തേയ്മാനത്തിന് കാരണമാകുന്നു. പ്രായം കൂടുമ്പോഴും കാൽമുട്ട് വേദന വരും. അപ്പോൾ പ്രായം കൂടുമ്പോഴും എന്താണ് കാൽമുട്ട് വേദന വരും. ഓക്കെ, മുട്ടുമാറ്റിക്കൽ ശസ്ത്രക്രിയ കൂടുതലും എന്താണ് പ്രായമേറിയവരിലാണ് കാണുന്നത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം അസുഖമുള്ളതോ തേയ്മാനം വന്നതോ ആയ കാൽമുട്ടിലെ അസ്ഥികൾ നീക്കം ചെയ്യുന്നു. പകരം സെറാമിക് അല്ലെങ്കിൽ എന്താണ് ലോഹം അല്ലെങ്കിൽ എന്താണ് പ്ലാസ്റ്റിക് എന്നിവ ഉൾപ്പെടുന്ന കൃത്രിമ കാൽമുട്ടുകൾ സ്ഥാപിക്കുകയും ചെയ്യുന്നതാണ് മുട്ടുമാറ്റിക്കൽ ശസ്ത്രക്രിയ. ഇത് 20 വർഷം വരെ ഫലപ്രദമായി പ്രവർത്തിക്കും. കാൽമുട്ട് മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം പുതിയ കാൽമുട്ടിൽ ചെറിയ അസ്വസ്ഥതകൾ അനുഭവപ്പെടാം. മരുന്നുകൾ ഉപയോഗിച്ചും ഫിസിയോതെറാപ്പിയിലൂടെ നമുക്ക് എന്താണ് മാറ്റിവയ്ക്കുക. ഓക്കെ, നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന കൃത്രിമ കാൽമുട്ട് എന്തൊക്കെ വെച്ചാണ് ഉണ്ടാക്കുന്നത്? സെറാമിക്, ലോഹം, പ്ലാസ്റ്റിക് എന്നിവ ഉൾപ്പെടുന്ന കൃത്രിമ കാൽമുട്ടാണ് അവിടെ സ്ഥാപിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ മുട്ടുമാറ്റിക്കൽ ശസ്ത്രക്രിയ എന്താണ് കൂടുതലും മുതിർന്നവരിലാണ് വരുന്നത്. കാരണം എന്താണ്? എന്താണ് അവർ പ്രായം കൂടുമ്പോൾ എന്താണ് നമുക്ക് മുട്ടിൽ തേയ്മാനം സംഭവിക്കുന്നു, ശരീരഭാരം കൂടുന്നു, പിന്നെ എന്താണ് നമുക്ക് അസ്ഥികൾക്ക് ബലം നൽകുന്ന കാൽസ്യത്തിൻ്റെ കുറവ് വരുന്നത് എന്താണ് നമ്മുടെ തേയ്മാനം ഉണ്ടാകാൻ കാരണമാകുന്നു. അപ്പോൾ നമ്മളിവിടെ സ്ഥാപിക്കുന്ന കൃത്രിമ കാൽമുട്ടില്ലേ അത് എന്തൊക്കെയാണ് വെച്ചുണ്ടാക്കുന്നത്? സെറാമിക്കും ലോഹവും പിന്നെ എന്താണ് പ്ലാസ്റ്റിക്കും വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഒക്കെ എന്താണ് സെറാമിക്കും ലോഹവും പ്ലാസ്റ്റിക്കും വെച്ചാണ് ആ കൃത്രിമ കാൽമുട്ട് അവിടെ നിർമ്മിക്കപ്പെടുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ എന്താണ് കാൽമുട്ട് ശസ്ത്രക്രിയയിൽ ചെയ്തതിന് ശേഷം എന്താണ് നമുക്ക് ചില അസ്വസ്ഥതകൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതെന്താണ് അത് ഫിസിയോതെറാപ്പിയിലൂടെ എന്താണ് നമുക്ക് മാറ്റി വയ്ക്കുക എന്നുള്ളൂ. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഈ ഒരു കാര്യമുള്ളൂ. ആ കൃത്രിമ കാൽമുട്ട് എന്തൊക്കെ വെച്ചാണ് ഉണ്ടാക്കുന്നത്? ലോഹവും സെറാമിക്കും പ്ലാസ്റ്റിക്കും. ഓക്കെ, അവിടെ നമ്മൾ എന്താണ് ചെവിക്കുള്ളിലെ അസ്ഥികൾ നമ്മൾ പറഞ്ഞു. ചെവിക്കകത്ത് എന്താണ് തരുണാസ്ഥികളുണ്ട്, തരുണാസ്ഥികളുടെ ധർമ്മങ്ങളും പറഞ്ഞു. ഓക്കെ, എന്താണ് നമുക്ക് താങ്ങും ബലവും നൽകുന്നുണ്ട്, പിന്നെയൊക്കെ ഏറ്റവും വഴക്കമുള്ളതാണ്, എന്താണ് മറ്റു എല്ലുകളെ അപേക്ഷിച്ച് എന്താണ് മൃദുലമാണെന്ന് നമ്മൾ പറഞ്ഞു. അടുത്തെന്താ ചെവിക്കുള്ളിലെ അസ്ഥികൾ നമ്മൾ പറഞ്ഞു. മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പീസ്. നമുക്കറിയാം ചെവിക്കുള്ളിലെ അസ്ഥികൾ ഏതൊക്കെയാണ്? മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പീസ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയായ സ്റ്റേപ്പീസ് കാണപ്പെടുന്നത് എന്താണ്? ചെവിക്കുള്ളിലാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. നമ്മുടെ ചെവിക്ക് 3 ഭാഗങ്ങളുണ്ട്. അതിൽ മധ്യകർണത്തിൽ നിന്ന് എന്താണ് 3 ചെറിയ അസ്ഥികളുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് 3 ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയുണ്ട് നമുക്കറിയാം. എന്താണ്? ബാഹ്യകർണം. ഓക്കെ, ബാഹ്യകർണം, മധ്യകർണം, പിന്നെന്താണ്ട് ആന്തരകർണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചെവിക്ക് 3 ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയുണ്ട്? ഒന്ന് ബാഹ്യകർണത, നമ്മുടെ ചെവിക്കൂടെയൊക്കെ വരുന്ന ബാഹ്യകർണം. പിന്നെന്തിനാണ് നമ്മുടെ ആന്തരകർണം, പിന്നെന്താണ് മധ്യകർണം, അതിനകത്താണ് ആന്തരകർണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചെവിക്ക് 3 ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. അപ്പോൾ എന്താണ് പറഞ്ഞത്? നമ്മുടെ മധ്യകർണത്തിലാണ് എന്താണ് ഈ 3 അസ്ഥികളും കാണപ്പെടുന്നത്. ഏതൊക്കെയാണ്? മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പീസ് എന്നീ 3 അസ്ഥികൾ നമ്മുടെ മധ്യകർണത്തിലാണ് കാണുന്നത്. ഇവയ്ക്ക് എന്താണ് കമ്പനം ചെയ്യാൻ സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവ എന്താണ് നമ്മുടെ കേൾവിക്കും സഹായിക്കുന്ന അസ്ഥികളാണ്. ഓക്കെ,
ഇവ കമ്പനം ചെയ്യുമ്പോൾ ബാഹ്യകർണത്തിൽ നിന്ന് ആന്തരകർണത്തിലേക്ക് ശബ്ദം കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഓക്കെ, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പീസ്, ഏറ്റവും വലുത് തുടയിൽ അഥവാ ഫീമർ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? നമ്മുടെ ചെവിക്ക് 3 ഭാഗമുണ്ട്: ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. ഈ മധ്യകർണത്തിലാണ് ഈ മൂന്ന് അസ്ഥികളുള്ളത്. ഓക്കെ, താരതമ്യേന ചെറിയ അസ്ഥികളാണ്. അപ്പം മധ്യകർണത്തിലാണ് ഈ 3 ചെറിയ അസ്ഥികളും കാണപ്പെടുന്നത്. ഓക്കെ, സ്റ്റേപ്പിയസ്, ഇംഗസ്, എന്താണ് മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പീസ്. എന്താണ് മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പിയസ്. ഇതിൽ സ്റ്റേപ്പിയസ് ആണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി. ഓക്കെ, അടുത്തെന്താണ്? ഇവ കമ്പനം ചെയ്യുന്നു, നമ്മുടെ കേൾവിക്ക് സഹായിക്കുന്നു. ഇവയുടെ കമ്പനം മൂലമാണ് നാം ശബ്ദം കേൾക്കുന്നത്. ഇവ കമ്പനം ചെയ്യുമ്പോൾ ബാഹ്യകർണത്തിൽ നിന്ന് ആന്തരകർണത്തിലേക്ക് ശബ്ദം കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഓക്കെ, അവിടെ നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പീസ്. ഏറ്റവും വലുത് ഏതാണ്ട് തുടയിൽ അഥവാ ഫീമർ. ഓക്കെ, അപ്പം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്ട് തുടയിൽ അഥവാ ഫീമർ. ഏറ്റവും വലുത്, ഏറ്റവും ചെറുത് ഏതാണ്ട് സ്റ്റേപ്പിയസ്. അവിടെ നമുക്ക് എന്താണ് ഇതിൽ പറഞ്ഞില്ലാത്തൊരു പോയിന്റാണ് നമുക്ക് അറിയാം. നിങ്ങൾ പലർക്കും എന്താണ് അറിയാവുന്നതാണ്. എന്താണ് നമ്മുടെ മാലിയസിൻ്റെ, ഇംഗസിൻ്റെ, ഇംഗസ്, സ്റ്റേപ്പിസ്, ഇതിനെന്താണ് ആകൃതിയുണ്ട്. ഓക്കെ, അതൊരു ബേസ് കാര്യമാണ്, കുറച്ച് പേർക്ക് അറിയാം. എന്നാൽ അറിയാത്തവർക്ക് നമ്മൾ പറഞ്ഞുതരാം, നമുക്ക് പഠിക്കാം. മാലിസ് എന്താണ്ട ചുറ്റികയുടെ ആകൃതിയാണ്. ഓക്കെ, ഇംഗസ് കൂടത്തിൻ്റെ ആകൃതിയാണ്. ഇംഗസ് ഏതാണ്ട കൂടം എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ ചുറ്റികയിൽ നമ്മൾ പാറയൊക്കെ പൊട്ടിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇംഗസ് കൂടം, മാലിയസ് ചുറ്റിക ആകൃതിയിലാണ്. ഓക്കെ, സ്റ്റേപ്പിസ് കുതിരലാടം. ഓക്കെ, അപ്പോൾ മാലിസ് മാലിച്ചുറ്റി. അപ്പോൾ മാലിച്ചുറ്റി എന്ന് പറഞ്ഞാൽ മാലിച്ചുറ്റി. അപ്പോൾ മാലിയസ് എന്തിൻ്റെ ചുറ്റികയുടെ ആകൃതിയിലാണ്. ഇംഗസ് കൂടം, അപ്പോൾ ഇംഗസ് കൂടത്തിൻ്റെ ആകൃതി. ഓക്കെ, സ്റ്റേപ്പിസ് കുതിരലാടം. അപ്പോൾ സ്റ്റേപ്പിസ് കുതിരലാടത്തിൻ്റെ ആകൃതിയിലാണ്. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ പറഞ്ഞിട്ട് ഒരു 3 പോയിന്റ് നമ്മൾ പറഞ്ഞുള്ളൂ. ഓക്കെ, അപ്പം നമ്മുടെ ചെവിയുടെ 3 ഭാഗങ്ങളുണ്ട്. എന്താണ്? ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. പിന്നെ 3 പ്രധാന അസ്ഥികളും പറഞ്ഞു: ഇംഗസ്, മാലിയസ്, സ്റ്റേപ്പീസ്. ഇതിൽ ഏറ്റവും ചെറുത് ഏതാണ്ട് സ്റ്റേപ്പീസും, ഏറ്റവും വലുത് ഏതാണ്ട് തുടയിൽ അഥവാ ഫീമറും. പിന്നെന്താണ്? ഈ 3 അസ്ഥികളുടെ ആകൃതി നമ്മൾ പറഞ്ഞു. എന്താണ്? നമ്മുടെ മാലിയസ് ചുറ്റിക ആകൃതിയിൽ. അപ്പോൾ മാലി ചുറ്റിക. അടുത്തെന്താണ്? ഇംഗസ് കൂടം. ഇംഗസ് കൂടത്തിൻ്റെ ആകൃതിയിലും, സ്റ്റേപ്പീസ് കുതിരലാടത്തിൻ്റെ ആകൃതിയിലാണ്. സ്റ്റേപ്പീസ് കുതിരലാടത്തിൻ്റെ ആകൃതിയാണ് പറഞ്ഞു. പിന്നെ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്ട് ഫീമർ അഥവാ തുടയില്ലെന്നും പറഞ്ഞു. ഓക്കെ, അടുത്ത നമ്മൾ എന്താണ് പറയുന്നത്? ബാഹ്യ അസ്ഥികൂടം എന്താണ്, ആന്തരിക അസ്ഥികൂടം എന്താണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബാഹ്യ അസ്ഥികൂടം എന്താണ്, ആന്തരിക അസ്ഥികൂടം. ആ പേര് തന്നെ കിട്ടും. എന്താണ്? ബാഹ്യം, ആന്തരികം. ബാഹ്യം എന്താണ്? പുറത്ത് കാണപ്പെടുന്നത്. ആന്തരികം എന്താണ്? അകത്ത് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അസ്ഥികൂടം എന്താണ്? ബാഹ്യ അസ്ഥികൂടം ഉണ്ട്, ആന്തരിക അസ്ഥികൂടം ഉണ്ട്. നമുക്ക് എന്താണ് പറയുന്നത് നോക്കാം. ഒച്ച്, ചിലതരം വണ്ടുകൾ, ചിപ്പി, ഞണ്ട് തുടങ്ങിയ ജീവികൾക്ക് കട്ടി കൂടിയ പുറന്തോടുണ്ട്. നമുക്കറിയാം, നമ്മൾ ഒച്ചിൻ്റെ പുറത്തൊക്കെ എന്താണ് കട്ടി കൂടിയ പുറന്തോടൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ എന്താണ്? പഴുതാര, തേരട്ട, പാറ്റ, കൊഞ്ച് തുടങ്ങിയ ജീവികൾക്ക് താരതമ്യേന കട്ടി കുറഞ്ഞ പുറന്തോടാണുള്ളത്. ശരീരത്തിന് പുറത്ത് ഇത്തരം ആവരണങ്ങളെ ബാഹ്യ അസ്ഥികൂടം എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ബാഹ്യ അസ്ഥികൂടം കാണപ്പെടുന്ന കുറച്ച് ജീവികളാണ് നമ്മളിവിടെ പറഞ്ഞേക്കുന്നത്. എന്താണ്? ഒച്ച്, പിന്നെ പലതരത്തിലുള്ള വണ്ടുകളുണ്ട്, പിന്നെ ഞണ്ടുകൾക്കുണ്ട്, നമുക്കറിയാം. പിന്നെന്താണ്? പഴുതാര, നമ്മുടെ ആമ, കൊഞ്ച്, പാറ്റ, ഇവയ്ക്ക് ഇവിടെ പുറന്തോട് എന്താണ്? ഒരു ആവരണമുണ്ട്. ചിലതിന് എന്താണ്? കട്ടി കൂടിയതാണ്, ചിലതിന് കട്ടി കുറവാണ്. അപ്പോൾ ഇതാണ് ബാഹ്യ അസ്ഥികൂടം എന്ന് പറയുന്നത്. അപ്പോൾ ആന്തരിക അസ്ഥികൂടം എന്താണ്? നമുക്കറിയാം. പൂച്ച, പിന്നെ നമ്മളെ മനുഷ്യർ, പിന്നെ എന്താണ്? തവള, എലി, പശു എന്നിവയ്ക്ക് എന്താണ്? ജീവികൾക്ക് ശരീരത്തിന് അകത്താണ് അസ്ഥികൂടം. ഇതാണ് ആന്തരിക അസ്ഥികൂടം. ഓക്കെ, അപ്പോൾ ബാഹ്യ അസ്ഥികൂടം ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? എന്താണ്? പുറന്തോടുള്ള കുറച്ച് ജീവികളുണ്ട്. പഴുതാര, തേരട്ട, പാറ്റ, ഇതൊക്കെയാണ് ബാഹ്യ അസ്ഥികൂടം. ആന്തരിക അസ്ഥികൂടം എന്താണ്? നമ്മുടെ പശുക്കൾക്കുണ്ട്, പൂച്ചയ്ക്കുണ്ട്, പിന്നെ എന്താണ്? മനുഷ്യൻ, നമുക്കുണ്ട്. ഇതൊക്കെയാണ് ആന്തരിക അസ്ഥികൂടം. അവിടെ നട്ടലില്ലാത്ത ജീവികൾക്കാണ് മെയിനായിട്ട് എന്താണ്? ബാഹ്യ അസ്ഥികൂടങ്ങൾ കാണപ്പെടുന്നത്. അപ്പം നട്ടലില്ലാത്ത ജീവികൾക്കാണ് മെയിനായിട്ട് എന്താണ്? ബാഹ്യ അസ്ഥികൂടം കാണപ്പെടുന്നത്. എന്ന് പറഞ്ഞാലും നമ്മൾ ആന്തരിക അസ്ഥികൂടമുള്ള ജീവികളുടെ കാര്യം നമ്മൾ പറഞ്ഞു. പശുവുണ്ട്, എലിയുണ്ട്, എല്ലാം ഉണ്ട്. എന്നാലും എന്താണ്? നമുക്കും എന്താണ്? ബാഹ്യ അസ്ഥികൂടത്തിൻ്റെ കുറച്ച് എന്താണ്? അതേ പ്രത്യേകതയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താണ്? നമ്മുടെ രോമങ്ങൾ, നഖം, പിന്നെ എന്താണ്? നമ്മൾ പശുക്കളുടെ കാര്യം പറയുന്നത് കൊമ്പ്, അതൊക്കെ എന്താണ്? നമ്മുടെ ബാഹ്യ അസ്ഥികൂടത്തിന് ഉദാഹരണങ്ങളാണ്. ഓക്കെ, അപ്പോൾ ബാഹ്യ അസ്ഥികൂടം എന്താണ്? ശരീരത്തിന് പുറത്താണ് കാണപ്പെടുന്നത്. പിന്നെ എന്താണ്? നട്ടലില്ലാത്ത ജീവികൾക്കാണ് മെയിനായിട്ടും ബാഹ്യ അസ്ഥികൂടം കാണപ്പെടുന്നത്. പിന്നെ ആന്തരിക അസ്ഥികൂടം ഉള്ളത് നമ്മൾ പറഞ്ഞു. മനുഷ്യൻ, പൂച്ച, എലി, തവള എന്നിവയ്ക്ക് ആന്തരിക അസ്ഥികൂടമുണ്ട്. എന്നിരുന്നാലും നമുക്കും എന്താണ്? കുറച്ച് ബാഹ്യ അസ്ഥികൂടമുള്ള സിമിലാരിറ്റിയുള്ള കാര്യങ്ങൾ നമുക്കുണ്ട്. എന്താണ്? നമ്മുടെ നഖവും, പിന്നെ പശുക്കളുള്ള കൊമ്പ്, രോമങ്ങൾ, പിന്നെ പക്ഷികളാണെങ്കിൽ എന്താണ്? അവയ്ക്ക് തൂവലുകൾ. ഓക്കെ, അവരുടെ ചിറകളിലുള്ള തൂവലുകളൊക്കെ എന്താണ്? ബാഹ്യ അസ്ഥികൂടത്തിന് ഉദാഹരണങ്ങളാണ്.
പറഞ്ഞിട്ടുണ്ട് നട്ടലില്ലാത്ത മിക്ക ജീവികൾക്കും ബാഹ്യ അസ്ഥികൂടമാണുള്ളത്. അപ്പം നട്ടലില്ലാത്ത മിക്ക ജീവികൾക്കും ബാഹ്യ അസ്ഥികൂടമാണുള്ളത്. ബാഹ്യ അസ്ഥികൂടമുള്ള ജീവികളിൽ ഏറ്റവും കൂടുതൽ പ്രാണികളാണ്. ഓക്കെ, എന്താണ് ബാഹ്യ അസ്ഥികൂടമുള്ള ജീവികളിൽ ഏറ്റവും കൂടുതൽ പ്രാണികളാണ്. ഓക്കെ, എന്താണ് നട്ടലില്ലാത്ത ജീവികൾക്കാണ് ബാഹ്യ അസ്ഥികൂടം ഉള്ളത്. ബാഹ്യ അസ്ഥികൂടമുള്ള ജീവികൾ കൂടുതൽ എന്താണ് പ്രാണികളാണ്. അപ്പോൾ ബാഹ്യ അസ്ഥികൂടം എന്താണ്ടാ മെയിനായിട്ട് എന്താണ് നട്ടലിൽ ഇല്ലാത്ത ജീവികൾക്കാണ് ബാഹ്യ അസ്ഥികൂടം കാണപ്പെടുന്നത്. ഈ ബാഹ്യ അസ്ഥികൂടം കാലക്രമേണത്തിൽ എന്താണ് പൊഴിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. ഏതൊക്കെയാണ് നമ്മൾ പഴുതാര, തേരട്ട എന്നിവയ്ക്കൊക്കെ എന്താണ് നമ്മൾ ഒച്ച് എന്നിവയ്ക്ക് എന്താണ് ബാഹ്യ അസ്ഥികൂടങ്ങളാണ് കാണപ്പെടുന്നത്. അടുത്ത ആന്തരിക അസ്ഥികൂടങ്ങൾ ഏതൊക്കെയാണ്? പശു, പൂച്ച, എലി, നമ്മൾ മനുഷ്യനും എല്ലാം എന്താണ് ആന്തരിക അസ്ഥികൂടമാണുള്ളത്. നമ്മളിൽ എന്താണ് ബാഹ്യ അസ്ഥികൂടത്തിന് സമാനമായ ചില ഭാഗങ്ങളുണ്ട്. നഖവും രോമവും പിന്നെ എന്താ പശുക്കളിൽ കൊമ്പ് പിന്നെ എന്താണ് നമ്മുടെ പക്ഷികളിലെ തൂവലുകളൊക്കെ എന്താണ്ടാ നമ്മുടെ ബാഹ്യ അസ്ഥികൂടത്തിന് ഉദാഹരണങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മളെന്താണ് ബാഹ്യ അസ്ഥികൂടം പറഞ്ഞു, ആന്തരിക അസ്ഥികൂടവും പറഞ്ഞു, പിന്നെ എന്താണ് മനുഷ്യ ശരീരത്തിലെ അസ്ഥികളും പറഞ്ഞു, പിന്നെ അസ്ഥി സന്ധികളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നമ്മൾ അസ്ഥി സന്ധികൾ ഏതൊക്കെയാണ് പറഞ്ഞത്? നമ്മൾ വിജാഗിരി പറഞ്ഞു, പിന്നെ എന്താണ് ബോൾ ആൻഡ് സോക്കറ്റ് പറഞ്ഞു, പിന്നെന്താണ് പിവറ്റും പറഞ്ഞു. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞു. പിന്നെന്താണ് പറഞ്ഞത്? നമ്മുടെ മാറലിനെ പറ്റി നമ്മൾ പറഞ്ഞു, വാരിയലിനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, അത് നമ്മൾ മെയിനായിട്ട് എന്താണ് കുറച്ച് എന്താണ് ബേസ് നമ്മൾ മനുഷ്യ ശരീരത്തിലെ അസ്ഥികൂടത്തെ പറ്റി എന്താണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കയറിയിട്ടില്ല. നമ്മൾ ബേസ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് ഈ ഒരു പാഠത്തിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ ഡിസ്കഷന് പോകാം. അടുത്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്ടാ ഓപ്ഷൻ ഏതാണ്ടാ? മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പിയസ്, തുടയൽ. ഓക്കെ, അപ്പോൾ മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പിയസ് ചെവിക്കകത്ത് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ തുടയൽ എന്താണ്ടാ? തുടയൽ നമ്മൾ പറഞ്ഞു ഏറ്റവും വലുതാണ്. തുടയൽ ഏതാണ്ട് ഏറ്റവും വലുതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതോ മൂന്നെണ്ണത്തിൽ ഏതോ ഒന്നാണ് നമ്മൾ പറഞ്ഞു. ഏതാണ്ട ചെറുത്? ഓപ്ഷൻ സി, സ്റ്റേപ്പീസ് ആണ് ഏറ്റവും ചെറുത്. ഓപ്ഷൻ സി, സ്റ്റേപ്പീസ് ആണ് ഏറ്റവും ചെറുത്. അപ്പോൾ ഏറ്റവും ചെറുത് ഏതാണ്ട? സ്റ്റേപ്പിയസ്. ഓക്കെ, അടുത്തതിലോട്ട് പോവാം. എക്സ്റേ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരെന്നാണ്? അപ്പോൾ എക്സ്റേ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരെന്നാണ്? ഐസക് ന്യൂട്ടൻ ആണോ, ആൽബർട്ട് ഐൻസ്റ്റീൻ ആണോ, വിൽഹം റോൺജൻ ആണോ, അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണോ? ആരാണ്ട് എക്സ്റേ കണ്ടെത്തിയത്? നമ്മൾ പറഞ്ഞു 1895 ജർമ്മൻകാരനായ ശാസ്ത്രജ്ഞനാണ് കണ്ടെത്തിയത്. ഏതാണ്ടാ? നമ്മുടെ വിൽഹം റോൺജൻ. ഓപ്ഷൻ സി ആണെന്നാണ് അദ്ദേഹമാണ് എക്സ്റേ കണ്ടെത്തിയത്. എക്സ്റേ എന്താണ്? നമ്മുടെ എല്ലുകളിലൂടെ കടന്നു പോവില്ല, മാംസപേശികളുടെയാണ് കടന്നു പോകുന്നത്. അടുത്ത ചോദ്യം എന്താണ്ടാ? മനുഷ്യൻ്റെ തലയോട്ടിൽ എത്ര അസ്ഥികളുണ്ടെന്നാണ്? ഓക്കെ, ഓപ്ഷൻ വായിക്കാം. 22, 12, 33, 24. അപ്പോൾ മനുഷ്യൻ്റെ തലയോട്ടിൽ എത്ര അസ്ഥികളുണ്ടാ പറഞ്ഞേ? നമ്മുടെ 24 ഉണ്ടാ നമ്മൾ വാരിയല്ലിൽ 12 ജോഡി വാരിയല്ലെന്ന് പറഞ്ഞു. 33 എന്താണ്ടാ? കശേരുക്കൾ, നട്ടലിലെ കശേരുക്കളുടെ എണ്ണമാണ് നമ്മൾ പറഞ്ഞു. ഓക്കെ, 12 ജോഡി നമ്മൾ എന്താണ് വാരിയലിൻ്റെ കാര്യമാണ്. അപ്പോൾ എത്ര ഉണ്ടാവും? ഓപ്ഷൻ എ 22. അപ്പോൾ മനുഷ്യൻ്റെ തലയോട്ടിൽ എത്ര അസ്ഥികളുണ്ട്? 22. ഓക്കെ, തലയോട്ടിയിൽ ചലിപ്പിക്കാൻ കഴിയുന്ന ഒരേ ഒരു അസ്ഥി ഏതെന്നാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻ വായിക്കാം. മേൽത്താടിയല്ല്, കീഴ്ത്താടിയല്ല്, മൂക്കിൻ്റെ എല്ല്, നെറ്റിയിലെ എല്ല്. നമുക്ക് ഈ ഓപ്ഷൻ വെച്ചിട്ട് നോക്കാം. നമ്മുടെ നെറ്റിയിലെ എല്ല് ഇതാണ് നെറ്റി. അത് ചലിപ്പിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. മൂക്കിൻ്റെ എല്ല് നമുക്ക് ചലിപ്പിക്കാൻ പറ്റുന്നുണ്ടോ? പറ്റില്ല. ഓക്കെ, പിന്നെന്താണ്ട? മേൽത്താടിയല്ലും കീഴ്ത്താടിയല്ലും. മേൽത്താടിയല്ല് ഇതാണ്. ഓക്കെ, അത് നമുക്ക് ചലിപ്പിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ കീഴ്ത്താടിയല്ല് നോക്കുക, നമുക്ക് ചലിപ്പിക്കാൻ പറ്റുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചവച്ചരിക്കുന്നതിനൊക്കെ കീഴ്ത്താടിയലിൻ്റെ ചലനം അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റാണ്. തലയോട്ടിൽ ചലിപ്പിക്കാൻ കഴിയുന്ന ഒരേ അസ്ഥി ഏതാണ്ടാ? ഓപ്ഷൻ ബി, കീഴ്ത്താടിയല്ല്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. മനുഷ്യ ശരീരത്തിൽ എത്ര ജോഡി വാരിയല്ലുണ്ട്? ഓക്കെ, പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിൽ എത്ര ജോഡി വാരിയല്ലുണ്ട്? 10 ആണോ, 24 ആണോ, 12 ആണോ, 22 ആണോ? എത്ര ജോഡി ഉണ്ടാ? എത്ര ജോഡിയുണ്ട്? മൊത്തം 24. അപ്പോൾ എത്ര ജോഡി ഉണ്ടാ? 12 ജോഡി. ഓക്കെ, 12 ജോഡി മൊത്തം. ടോട്ടൽ എത്ര ഉണ്ടാ? 24. അസ്ഥി പൊട്ടി മാംസപേശികളെ തുളച്ച് പുറത്തേക്ക് വരുന്ന അസ്ഥി ഫംഗം ഏതെന്നാണ് ചോദിച്ചിരുന്നത്. ഓക്കെ, ലഘു ഫംഗമാണോ, സങ്കീർണ ഫംഗമാണോ, വിഷമ ഫംഗമാണോ, പൂർണ്ണ ഫംഗമാണോ? ഏതാണ്ട് അസ്ഥികൾ പൊട്ടി എന്താണ് മാംസപേശികളും തുളച്ച് പുറത്തു വരുന്നു. നമ്മൾ പറഞ്ഞു മുറിവ് വരെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഏതാണ്ടാ? നമുക്ക് നോക്കാം. ലഘുഫംഗം എന്താണ്ടാ? ലഘുഫംഗം എന്താണ്? ഡിസ്ലൊക്കേഷൻ ആവുന്നതിന് ലഘുഫംഗം എന്ന് പറയുന്നത്. സങ്കീർണ ഫംഗം എന്താണ്? ആന്തരിക അവയവങ്ങൾക്ക് അടുത്ത് വെച്ചുണ്ടാവുന്ന വിഷമഫംഗമാണ് സങ്കീർണ ഫംഗം. സങ്കീർണ ഫംഗത്തിൽ എന്താണ്? നമ്മൾ ആന്തരിക അവയവങ്ങൾക്ക് എന്താണ് ക്ഷതമേൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഏതാണ്ടാ? ഓപ്ഷൻ സി, വിഷമഫംഗമാണ്. എന്താണ്? വിഷമഫംഗം സംഭവിക്കുമ്പോഴാണ് നമ്മുടെ മാംസപേശികളെ എന്താണ് തുളച്ച് ഈ അസ്ഥികൾ പുറത്തേക്ക് വരുന്നു. അതുവഴി നമുക്ക് എന്താണ്ടാ? മുറിവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ലെ, മുറിവുണ്ടാകും. സാധ്യതയല്ല, മുറിവുണ്ടാകും അവിടെ. ഓക്കെ, താഴെ പറയുന്നതിൽ തരുണാസ്ഥി കാണപ്പെടുന്ന ശരീരഭാഗം. ഓക്കെ, തരുണാസ്ഥിയുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. എവിടെയൊക്കെ കാണപ്പെടുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, എന്താണ്? മറ്റു എല്ലുകളെ അപേക്ഷിച്ച് മൃദുവാണ്, നമ്മുടെ ശരീരത്തിന് താങ്ങും എന്താണ് നമ്മുടെ ബലമൊക്കെ നൽകുന്നത് തന്നെയാണ് തരുണാസ്ഥി എന്ന് പറയുന്നത്. ഓക്കെ, തലയോടാണോ, വിരലുകളാണോ,
ചെവിയാണോ നട്ടെല്ലാണോ? ഇവിടെ എവിടെയാണ് തരുണാസ്ഥി കാണപ്പെടുന്നത് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞതാണ് എവിടെയൊക്കെയാണ്. നമ്മൾ മൂക്ക് പറഞ്ഞു, പിന്നെ എവിടെയൊക്കെ പറഞ്ഞു, കശേരുക്കൾ, നട്ടലിലെ നട്ടലിലെ കശേരുക്കളുടെ ഡിസ്കുകളിൽ കാണപ്പെടുന്നുണ്ട്. എടുത്തു പറഞ്ഞു നട്ടലിലെ കശേരുക്കളില്ല, നട്ടലിലെ അസ്ഥികളായ കശേരുക്കളുടെ ഡിസ്കിലാണ് മെയിനായിട്ട് തരുണാസ്ഥി കാണപ്പെടുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടാ നമ്മുടെ മൂക്ക് പറഞ്ഞു, പിന്നെ കൈമുട്ടും കാൽമുട്ടും പറഞ്ഞു, കണങ്കാലും പറഞ്ഞു. അപ്പോൾ അവിടെ ഒന്ന് പറഞ്ഞു, വേറെ ഒന്നും കൂടെ അവിടെ ഓപ്ഷനിലുണ്ട്. ഏതാണ്ടാ? ഓപ്ഷൻ സി, ചെവി. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ തരുണാസ്ഥി കാണപ്പെടുന്ന ശരീരഭാഗം? ഏതാണ്ടാ? ചെവി. വിജാഗിരി സന്ധിക്ക് ഉദാഹരണം ഏത്? ഇടുപ്പല്ലേ, അതോ തോളല്ലാണോ, കഴുത്താണോ, കാൽമുട്ടാണോ? നമ്മുടെ വിജാഗിരി സന്ധിക്ക് ഉദാഹരണം ഏതാണ് പറഞ്ഞേ? കഴുത്തിലേതാണ്ട? കഴുത്തിൽ കീലസന്ധിയാണ്, പിവറ്റ് സന്ധി. ഓക്കെ, തോളൽ ഇടുപ്പല്ലേ, ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള എന്താണ്? ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി. ഓക്കെ, അപ്പോൾ നമ്മളെ ഓപ്ഷൻ ഏതാണ്ട? ഓപ്ഷൻ ഡി, കാൽമുട്ട്. ഓപ്ഷൻ ഡി, കാൽമുട്ട്. ഓക്കെ, അപ്പോൾ വിജാഗിരി സന്ധി എന്താണ്ട? ഒരു ഭാഗത്തേക്ക് മാത്രമേ ചലന സ്വാതന്ത്ര്യമുള്ളൂ. കാണപ്പെടുന്ന എവിടെയാണ്? കാൽമുട്ടിലും കൈമുട്ടിലും. ഓക്കെ, കഴുത്തിൽ കാണപ്പെടുന്ന ഏതാണ്ട? കഴുത്തിൽ കാണപ്പെടുന്ന പിവറ്റ് സന്ധി. എന്താണ് പിവറ്റ് സന്ധി? അതായത് വലത്തോട്ടും ഇടത്തോട്ടും മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിക്കാൻ സഹായിക്കുന്ന കീലസന്ധി അഥവാ പിവറ്റ് സന്ധി കഴുത്തിൽ കാണപ്പെടുന്നു. പിന്നെന്താണ്? നമ്മൾ ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി എവിടെയാണ്? ഇടുപ്പല്ല്, തോളല്ല്. ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യം ഉള്ളത് ഏതാണ്? ബോൾ ആൻഡ് സോക്കറ്റ് സന്ധിക്കാണ്. വാരിയെല്ല് പ്രധാനമായി സംരക്ഷിക്കുന്ന ആന്തരിക അവയവം ഏതാണ്? അപ്പോൾ വാരിയെല്ല് പ്രധാനമായി സംരക്ഷിക്കുന്ന ആന്തരിക അവയവം ഏതാണ് ചോദിച്ചിരിക്കുന്നത്? തലയോടാണോ, ഹൃദയമാണോ, വൃക്കയാണോ, കരളാണോ? നമ്മുടെ വാരിയെല്ല് നമുക്ക് സ്ഥാനം വെച്ച് നോക്കാം. നമ്മുടെ വാരിയെല്ല് ഇവിടെയല്ലേ, ഇതല്ലേ നമ്മുടെ വാരിയെല്ല് നെഞ്ചിലിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഏതാണ്ടാ? നമ്മുടെ ഓപ്ഷനിലുള്ള ഏതാണ്ടാ? നമുക്ക് നോക്കാം. ശ്വാസകോശം ഉണ്ടാകുന്ന നോക്കും. ശ്വാസകോശം ഓപ്ഷനിലില്ല. അപ്പോൾ ഏതുണ്ട്? ഹൃദയമുണ്ട്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏതാണ്ട്? ആൻസർ ഏതാണ്ടാ? ഓപ്ഷൻ ബി, ഹൃദയമാണ്. ഓക്കെ, നമ്മൾ തലച്ചോറിനെ സംരക്ഷിച്ചിരിക്കുന്ന ഏതാണ്ടാ? തലച്ചോറിനെ സംരക്ഷണം നൽകുന്നത് അത് നമ്മുടെ ഏതാണ്? തലയോടാണ്. ഓക്കെ, തലച്ചോറിന് നൽകുന്നത് എന്താണ്? തലയോടാണ് സംരക്ഷണം നൽകുന്നത്. താഴെ പറയുന്നവയിൽ ചെവിയിലെ അസ്ഥികളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓക്കെ, ഓപ്ഷൻ എ മാലിയസ്, ബി ഇംഗസ്, പിന്നെന്താണ്? സ്റ്റേപ്പിസ്, ഫീമർ. ഏതാണ്ട? നമ്മൾ പറഞ്ഞു നമ്മുടെ മധ്യകർണത്തിലാണ് കാണപ്പെടുന്ന 3 അസ്ഥികൾ. ഈ 3 അസ്ഥികളുടെ ആകൃതി നമ്മൾ പറഞ്ഞു ഏതാണ്? ഒന്ന് ചുറ്റിക ആകൃതിയിൽ, പിന്നെന്താണ്? ഒന്ന് കൂടത്തിൻ്റെ ആകൃതിയിൽ, ഒന്ന് കുതിരലാടത്തിൻ്റെ ആകൃതിയിൽ നമ്മൾ പറഞ്ഞു. ഓക്കെ, പിന്നെന്താണ്? നമ്മളെ ഓപ്ഷനിൽ ഏതാണ്? അപ്പോൾ മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പിസ്, ഫീമർ. ഈ 4 ഓപ്ഷനിൽ ഏതാണ്ട? ഉൾപ്പെടാത്ത ഏതാണ്ട? അത് നമ്മുടെ ഫീമറാണ്. ഫീമർ എവിടെയാണ്? നമ്മുടെ കാലിലാണ് കാണപ്പെടുന്നത്, ഏറ്റവും വലുത്. ഓക്കെ, ഏറ്റവും വലുത് ഇതാണ് നമ്മുടെ മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പിസ് ആണ് നമ്മുടെ ചെവിയിൽ കാണപ്പെടുന്നത്. ഇതിൽ സ്റ്റേപ്പിസ് ആണ് എന്താണ്? ഏറ്റവും ചെറുത്. സ്റ്റേപ്പിസ് അഥവാ കുതിരലാടത്തിൻ്റെ ആകൃതിയിലുള്ള സ്റ്റേപ്പിസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി. ഓക്കെ, അപ്പോൾ നമ്മൾ 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 3ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ നോക്കിയത്. എന്താണ്? അല്ല, ഇമ്പോർട്ടൻ്റ് ഉള്ള എല്ലാ കാര്യവും നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. സ്കൂൾ ടെസ്റ്റിൽ പറയാത്ത കാര്യങ്ങൾ കുറച്ചും കൂടെ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താണ്? നിങ്ങൾ നന്നായിട്ട് ഇത് റിവൈസ് അടിക്കുക. കാരണം SCRT പാഠഭാഗം ഒഴിവാക്കാതെ നിങ്ങൾ ഒരു പരീക്ഷയ്ക്കും പോകരുത്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.